So dear students, എല്ലാവർക്കും SS ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. KEAM എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിന്റെ 2021 ഫിസിക്സ് അതിന്റെ ആൻസർ കീ നിങ്ങൾ ഈ ചാനലിൽ നിന്ന് തന്നെ കണ്ടു കഴിഞ്ഞു. So we can move with the detailed solutions. Really it will help to the coming entrance exams also. വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു 2021 ഫിസിക്സ്. അത് 2020 ക്വസ്റ്റ്യനോളം ചിലപ്പോൾ അതിനേക്കാളും ഏറെ ഈസിനെസ് ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. സിസ്റ്റമാറ്റിക് ആയിട്ട് തിയറി NCERT ബേസ് ചെയ്ത് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഈസിയോടെ 72 ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ആക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ ഗോ വിത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു അനാലിസിസ്. ലുക്ക്, 2021 ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്ന സമയത്ത് നോക്കൂ, +1 ഫിസിക്സിലെ ആദ്യ വോളിയം ടിൽ റൊട്ടേഷണൽ മോഷൻ വരെ 2020 നമ്മൾ കണ്ട അതേ സ്ട്രക്ചറിൽ തന്നെ ടോട്ടലായിട്ട് 19 ക്വസ്റ്റ്യൻസ്. നോക്കൂ, ലോസ് ഓഫ് മോഷൻ ആൻഡ് ദ റൊട്ടേഷണൽ മോഷൻ 5 ക്വസ്റ്റ്യൻസ് വരെ ചോദിച്ചിട്ടുണ്ട്. അത് വരുന്ന എൻട്രൻസ് എക്സാമുകൾക്കും അതൊരു സൂചന തന്നെയാണ്. എമംഗ് ദ ഫസ്റ്റ് ടോപ്പിക്കുകളിൽ റൊട്ടേഷണൽ മോഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിട്ട് മാറുന്നു, അതോടൊപ്പം ലോസ് ഓഫ് മോഷനും. പക്ഷേ എളുപ്പമുള്ള യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിൽ നിന്ന് സാധാരണ ചോദിക്കുന്ന മാതിരി തന്നെ 3 ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ വെയിറ്റ് ചെയ്തു. ഇനി നമ്മുടെ രണ്ടാമത്തെ വോളിയത്തിൽ എസ്പെഷ്യലി ജസ്റ്റ് ഫ്രം ഗ്രാവിറ്റേഷൻ ടു അവർ വേവ്സ് ഇൻ ടോട്ടൽ ആയിട്ട് 17 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അത് കഴിഞ്ഞ വർഷത്തെ മാതിരി തന്നെ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിന് ഒരു ഇമ്പോർട്ടൻസ് കുറഞ്ഞിരുന്നെങ്കിലും ഇവിടെ ഇപ്പോ 4 ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സിൽ അത് 6ഓളം. വേവ്സിനുണ്ടായിരുന്ന ഒരു ചെറിയൊരു ആധിപത്യം കുറഞ്ഞ് അത് 2 ക്വസ്റ്റ്യൻ ആയിട്ട് ഓസിലേഷനും വേവ്സുമായിട്ട് മാറി. അപ്പോഴും ആ വോളിയത്തിൽ ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അത് വരുന്ന നീറ്റ് എൻട്രൻസ് എക്സാം ആണെങ്കിലും നമ്മുടെ തെർമൽ പ്രോപ്പർട്ടീസ്, തെർമോഡൈനാമിക്സ്, കൈനറ്റിക് തിയറി ടുഗദർ ഇറ്റ് ബിക്കം എ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ട് മാറും. എക്സാക്ട് 50% ഓഫ് ദ ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ +1 നിന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അത് +2 ആയിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ ആദ്യത്തെ വോളിയം EM വേവ്സ് വരെയുള്ള ടോപ്പിക്കുകൾ എടുക്കുമ്പോൾ 19 ക്വസ്റ്റ്യൻ. നമ്മുടെ ഫസ്റ്റ് ഇയറിലും അതേ ഒരു സ്ട്രാറ്റജി തന്നെയായിരുന്നു ഫസ്റ്റ് 7 ചാപ്റ്റേഴ്സ് കൺസിഡർ ചെയ്യുമ്പോൾ. നോക്കൂ, EM വേവ്സ് വരെ അതില് നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, കറണ്ട്, ഇലക്ട്രിസിറ്റി ആൻഡ് മൂവിങ് ചാർജസ് അത് നല്ല പീക്കായിട്ട് 4 ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കുന്ന ഒരു കേസ് ആയിട്ട് അത് മാറിയിരിക്കുകയാണ്. ലുക്ക് ദ നെക്സ്റ്റ് വൺ, നമ്മുടെ +2 അവസാനത്തെ വോളിയം എടുക്കുമ്പോൾ ലുക്ക് അറൌണ്ട് 17 ക്വസ്റ്റ്യൻസ് ആണ്. അതിലെ മോഡേൺ ഫിസിക്സിലെ ഒരല്പ കൂടുതൽ ക്വസ്റ്റ്യൻസ് 6 ക്വസ്റ്റ്യനോളം ചോദിച്ചിരുന്നു. അതിൽ കൂടുതലും നമ്മുടെ ന്യൂക്ലിയസുമായിട്ട് ബന്ധപ്പെട്ടത്. സോ ഈക്വൽ 50% ഫ്രം +2 ആൻഡ് 50% ഫ്രം +1. അതാണ് ഒരു ചെറിയൊരു ഗ്രാഫിക്കൽ അനാലിസിസ് ഓഫ് 2021. അപ്പൊ നമുക്ക് 1 by 1 ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. അപ്പോൾ അതില് നിങ്ങൾക്ക് കൃത്യതയോടെ അതിന്റെ ആൻസേഴ്സ് പെട്ടെന്ന് ചാറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. സോ 1 by 1 നിങ്ങൾ എൻ്റെ ക്ലാസ് ഒക്കെ കണ്ടു. കഴിഞ്ഞ 12 സെക്ഷൻസ് എന്നോടൊപ്പം ഉണ്ടായിരുന്ന കുട്ടികൾ, നിങ്ങളുടെ കമന്റ്സ് ഞാൻ വായിച്ചു. വളരെ സന്തോഷം. നിങ്ങളുടെ 2021 KEAM എൻട്രൻസിന് SS ഫിസിക്സ് ക്ലാസിന്റെ കോൺട്രിബ്യൂഷനിൽ ദൈവസഹായത്താൽ നമുക്ക് നല്ല ഒരു കോൺട്രിബ്യൂഷൻ നൽകാൻ സാധിച്ചു. Special thanks to our God also. So we can move with the questions one by one. First question, a physical quantity A on multiplication with a velocity A multiply with velocity result in another quantity
that quantity B is energy, then the quantity A is. So നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാം that A is equal to B division by V എന്ന് പറയുമ്പോൾ that energy division by V. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന കൺസെപ്റ്റ്. അപ്പോൾ സ്വാഭാവികപരമായിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് അതിന്റെ ഡയമെൻഷണൽ അനാലിസിസ് എടുത്താൽ ക്ലിക്കായി പെട്ടെന്ന് ഉത്തരത്തിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. കമാൺ ക്വിക്ക്. എന്താണാവോ എനർജി എന്ന് പറയുന്നത്? നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാം ml² T raised to -2 that division by LT raised to -1. So -1. So we get the value as mLT raised to -1. ഇത് ആരുടെ ഡയമെൻഷൻ ആണ്? മാസ് അല്ല, മൊമെന്റം. മൊമെന്റം you know, that is m into v, that is mLT raised to -1, and hence you can take the second option as the answer. So വളരെ ഈസി ഉള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. We can move to the question number 2. നമ്മുടെ ഡിസ്കഷനിലെല്ലാം വളരെ ഉറപ്പിച്ചു പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. If the percentage error in the measurement of mass, length and time are 1%, 2%, and 3% respectively, then the maximum possible error in the measurement of the acceleration of the particle. സാധാരണ രൂപത്തിൽ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ ആദ്യം വേണ്ടത് ഫിസിക്കൽ റിലേഷൻ. നമുക്കറിയാം ആക്സിലറേഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് ഡയമെൻഷനലി നമ്മൾ പറയുകയാണെങ്കിൽ ഉറപ്പിച്ചു പറയാം ലെങ്ത് ഡിവിഷൻ ബൈ T², അല്ലെ? യെസ്, എൽ ടി റൈസ് ടു -2 അതാണ് നമ്മുടെ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നമുക്ക് സിമ്പിൾ ആയിട്ട് L/T² ആയിട്ട് എഴുതിയിട്ട് എററിന്റെ റിലേഷനിലേക്ക് നമുക്ക് എഴുതിയാൽ നമുക്കറിയാം മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ വരുമ്പോൾ ഈച്ച് ഫ്രാക്ഷണൽ എറേഴ്സ് ആർ ആഡഡ് ടുഗദർ and hence we can easily say the percentage errors. So നമുക്ക് ഇങ്ങനെ പറയാം delta A by A into 100% is equal to delta L by L into 100% plus 2 into delta T by T into 100%. ഇതാണ് നമുക്ക് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. അവിടെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലെങ്തിന്റെ പെർസെന്റേജ് ചേഞ്ച് എന്ന് പറയുന്നത് 2% ആണെന്നും അതോടൊപ്പം ടൈമിന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത് 3% ആയിട്ടുമാണ് നമുക്ക് തന്നിരിക്കുക. സോ വി ക്യാൻ ടേക്ക് ആസ് 2% പ്ലസ് 6%. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 8%. That means we get the answer. Exactly, you're right. Very good, very good, very good. So we can move into the question number 3. The radius of a circular plate that is given as is equal to 1.05. Its area we have to find correct to significant figures. So that is the concept there. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഏരിയ എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഏരിയ നമുക്കറിയാം ഇറ്റ് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു r². സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3.14 into that radius as 1.05 that much square. നമ്മളൊന്ന് മൾട്ടിപ്ലൈ ചെയ്തെടുത്താൽ യു ഗെറ്റ് ദ വാല്യൂ ആസ് 3.46185. ഇതാണ് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ നിയമപ്രകാരം നമുക്കറിയാം മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സ് വരെയാണെങ്കിൽ ആൻസർ ഷുഡ് ബി റീറ്റൈൻഡ് വിത്ത് മിനിമം സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അഡീഷൻ സബ്ട്രാക്ഷൻ വരുമ്പോൾ അങ്ങനെയല്ല, ഡെസിമൽ പ്ലേസസ് ആണ് നമുക്ക് മാനേജ് ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ രണ്ട് സംശയങ്ങൾ ഉണ്ടാകും. പൈയുടെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എത്രയാണ്? അത് ഒരു ഡിഫൈൻഡ് നമ്പർ ആയതുകൊണ്ട് ഇൻഫിനിറ്റി ആണ്. ആറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ ആൻസറിലെ 3 സിഗ്നിഫിക്കന്റ് ഫിഗർ ആയിട്ട് വരണം. റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3.46 മീറ്റർ സ്ക്വയർ. അപ്പോൾ അങ്ങനെ ഒരു ചോയ്സ് ഇല്ല. പക്ഷേ നമുക്ക് 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് വരുമ്പോൾ അതിൽ ഏറ്റവും യോജിച്ചതായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം A as the answer for the problem. Exactly, you are right. Very good, very good. So we can move with the question number 4th one. Look here, a good concept, but simple. The velocity of a moving particle that is given as is equal to I plus J. The magnitude and the direction. എന്ന് പറയുമ്പോൾ ഇതിനെ നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാം as Vxi plus Vyj. You know how to calculate what is the magnitude. That is nothing but equal to root of Vx square plus Vy square. Here the Vx is 1 square plus 1 square.
So you get the value as a root 2, that is the concept. പക്ഷേ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് വരുമ്പോൾ നിങ്ങൾ ആദ്യം അതിന്റെ ആംഗിൾ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ആസ്പെക്റ്റിലേക്ക് നമ്മൾ പോകണം. അപ്പോൾ ഇവിടെ വി എക്സ് കമ്പോണന്റ് എന്ന് പറയുന്നത് 1 ആയിട്ട് മാറുകയാണ്. അതേപോലെ ദാറ്റ് വി വൈ എന്ന് പറയുന്നത് y ആയിട്ട് മാറുകയാണ്. ഇതാണ് നമ്മളുടെ വി ആയിട്ട്. സോ ദാറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ്. അങ്ങനെ വരുമ്പോൾ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് ഈസിലി ആംഗിൾ കണ്ടുപിടിക്കാൻ പോവുക? അപ്പോൾ ഇത് വി വൈ കമ്പോണന്റും ഇത് വി എക്സും ആകുമ്പോൾ you can easily take the value as a tan theta is equal to Vy by Vx. That is the term there. Then what is angle? Vy by Vx. Vy is what here? It is given as 1. So 1 by 1. That will happen when theta equal to 45 degree. So we can certainly say the answer become the fourth one as the C twice. Is it okay? Legible ആയിട്ട് വരുന്നുണ്ടല്ലോ? Yes, very good. You are okay. And we can move with the next one, number 5. A little bit of confusion is there, but we can move ahead with the confidence. A hammer is dropped into a mine. Its velocities at depth d, 2d, and 3d are in the ratio. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഒരു മൈൻ എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ ഡെപ്തിലേക്ക് വരുന്നു എന്നുള്ള ഒരു ആസ്പെക്ട്സിൽ എടുക്കണം. സാധാരണ ഒരു യൂണിഫോംലി ആക്സിലറേറ്റഡ് ആയിട്ടുള്ള ഒരു ബോഡിയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ സോ വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2a ഇൻറ്റു s എന്നുള്ള ആസ്പെക്ട്സ് ആണ് നമുക്കറിയാം. സിമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ പെട്ടെന്നൊരു മനസ്സിൽ ഒരു ഡൗട്ട് തോന്നിയേക്കാം, ഡെപ്തിലേക്ക് പോകുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എങ്ങനെയാണ് വേരി ചെയ്യുന്നത്? നമുക്കറിയാം അത് g ഇൻറ്റു 1 മൈനസ് ഡെപ്ത് ഡിവിഷൻ ബൈ r എന്നുള്ള ആസ്പെക്ട്സിലാണ്. പക്ഷേ സാധാരണ നമ്മൾ 1 ഡയമെൻഷണൽ മോഷൻ ഒക്കെ എടുക്കുമ്പോൾ ഗ്രാവിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കേണ്ടി വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാം. വി കൻ സേ ദാറ്റ് v is proportional to root s. അങ്ങനെയാണെങ്കിൽ നമ്മുടെ 3 കേസസ് വരുമ്പോൾ v1 is to v2 is to v3 എന്ന് പറയുന്നത് that is equal to root d is to root 2d is to root 3d എന്ന് നമുക്ക് പറയാം. കോമൺ ആയിട്ടുള്ളത് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 is to root 2 is to root 3. So that means answer B, that is the answer. Is it okay? Yes, good. Number 6th question. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്ത് ചോദിച്ചിരിക്കുന്നത്. The stopping distance of a moving vehicle that is proportional to what? അപ്പൊ അവിടെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് നമ്മുടെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസുമായിട്ട് പക്ഷെ വെലോസിറ്റിയുമായിട്ടുള്ള റിലേഷൻ ആണ് നമുക്ക് വേണ്ടത്. So simple to use the relation as v square equal to u square plus 2as എന്നൊരു ആസ്പെക്ട് കൊണ്ടുവരാം. ഫൈനൽ വെലോസിറ്റി 0 ആകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇനിഷ്യൽ വെലോസിറ്റി u സ്ക്വയർ ആണെങ്കിൽ ഒരു ബ്രേക്കിംഗ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആക്സിലറേഷൻ നെഗറ്റീവ് ആയിട്ട് മാറുന്നു എന്ന് നമുക്ക് പറയാം. ദാറ്റ് മീൻസ് u സ്ക്വയർ എന്ന് പറയുന്നത് 2a into s ആയിട്ട് നമുക്ക് കരുതാം. അങ്ങനെയാണെങ്കിൽ ദാറ്റ് സിമ്പിൾ ആയിട്ട് വി ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഫോർ ദാറ്റ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു u സ്ക്വയർ ഡിവിഷൻ ബൈ 2a. ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്നത് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ എന്ന അസംപ്ഷൻ എടുക്കുകയാണെങ്കിൽ we can say that s is proportional to u square. That is exactly your answer is correct. And we can say that sixth one as that c twice. It is proportional to the square of the initial velocity. So dear one, come on. വളരെ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ 12 ദിവസങ്ങളിലായിട്ട് ലിറ്റിൽ ബിറ്റ് ഓഫ് പെയിൻ എടുക്കാനുള്ള ഒരു അവസരം ദൈവം തന്നു. അതിന്റെ ബലം നിങ്ങൾക്ക് കിട്ടി എന്നുള്ളതിൽ ഒത്തിരി സന്തോഷമുണ്ട്. സോ പ്ലീസ്, ആദ്യമായിട്ട് കാണുന്ന സ്റ്റുഡൻസ്, പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ ആൻഡ് ഓൾസോ പ്ലീസ് ഷെയർ ടു യുവർ ഫ്രണ്ട്സ് ടീം. അതോടൊപ്പം ഈ വരുന്ന മൺഡേ ഓൺവേർഡ്സ് ഈ ഒരു ചാനലിൽ ഫിസിക്സിന്റെ ക്രാഷ് കോഴ്സ് ഫ്രീ ആയിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് വരികയാണ്. ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വാട്സപ്പിന്റെ ഒരു ലിങ്ക് ഉണ്ട്. പ്ലീസ് യു ക്യാൻ അതിലേക്ക് ജോയിൻ ചെയ്യാം. ആ ഒരു ഗ്രൂപ്പിലേക്ക് ഈ ഒരു ക്ലാസ് എടുക്കുന്നതിന്റെ PDF മെറ്റീരിയൽസ് ഒക്കെ അവിടെ കൃത്യതയോടെ എത്തുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ കൃത്യതയോടെ ആ ലിങ്ക് ഉപയോഗിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കും. സോ അതോടൊപ്പം ഈ ഒരു പാൻഡമിക്കിൽ ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തുന്നതിന്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത്, ഒന്ന്, എൻട്രൻസ് കോച്ചിങ് അസാധ്യമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ
ആ കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സഹായം നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സോ പ്ലീസ് അങ്ങനെ നീഡഡ് ആയിട്ടുള്ള ആൾക്കാരിലേക്ക് ഈ ചാനൽ എത്തിക്കുവാൻ നിങ്ങളുടെ സഹായം കൂടിയേ പറ്റും. സോ മടി കാണിക്കരുത്, ലൈക്ക് ആൻഡ് ഷെയർ ഇറ്റ്. When a body starts from rest and moves with a constant acceleration, the velocity time curve, we have to relate between the velocity and time. That is the concept. So we can just use the simple relation v is equal to u plus ad. It starts from the rest and with the constant acceleration. So velocity is proportional to t. So we can say that v is equal to a constant into t. Y is equal to emx plus c. So we can say a straight line graph with origin touch karanam that to c becomes a 0 here. So exactly we can say A as the answer. Very good, very good. So we can move with the question number 81. A wooden block of mass 10 kilogram, say a wooden block is there. It is moved with an acceleration that is given as is equal to 3 meter per second square on a rough floor. If the coefficient of friction that is given as is equal to 0.3, then what is the applied force on it? So simply we can analyze one thing. An applied force F is acting here, and our motion opposite direction in between the surfaces, the frictional force is acting. So if we just find the resultant force, capital F minus F, and that will give the net force acts on it. That means the acceleration to the body. Other base is that apply the force simple that is equal to F plus M into A. What is F here? The frictional force here. It is simply nothing but equal to mu times of mg, that much plus M into A. Come on, please substitute it. Come on, everybody. So that is equal to, that is mu 0.3 into the mass as 10 into that gram 10 plus that M into A, mass as again 10 into the acceleration as a 30. So 30 plus 30, that is equal to 60 Newton. And we can say the answer, it becomes a D choice as the answer. Exactly, you got the answer. Very good. And we can move with the question number 9. Very simple conceptual question. Which one of the following statement is incorrect? അപ്പോൾ അത് വളരെ ശ്രദ്ധയോടെ നമ്മൾ ആൻസറിലേക്ക് വരാൻ വേണ്ടി തെറ്റേതെന്നാണ് ചോദ്യം. അപ്പോൾ എല്ലാ ചോയ്സസും നമ്മൾ കൃത്യതയോടെ നോക്കേണ്ടിയിരിക്കുന്നു. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ്. നോക്കൂ, ദ ഫസ്റ്റ് വൺ. Which one of the following statement that is incorrect? The state of rest or a uniform linear motion both imply zero acceleration. അപ്പോ റെസ്റ്റ് ആണെങ്കിലോ ലീനിയർ മോഷനിലോ പോയാൽ ഉറപ്പായിട്ട് ലീനിയർ മോഷൻ ആണെങ്കിൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ആക്സിലറേഷൻ ചേഞ്ച് ഇൻ വെലോസിറ്റി 0 ആവും. അപ്പൊ സ്വാഭാവികപരമായിട്ടും നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. നമുക്ക് തെറ്റാണ് വേണ്ടത്. എ നെറ്റ് ഫോഴ്സ് ഈസ് നീഡഡ് ടു കീപ് എ ബോഡി ഇൻ യൂണിഫോം. യൂണിഫോം മോഷൻ വരുമ്പോൾ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് ആക്സിലറേഷൻ 0 ആണ്, ഫോഴ്സും 0 ആയിരിക്കണം. സോ ദാറ്റ് ഈസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അടുത്ത C choice, the inertia means resistance to change. The rate of change of momentum is force. The momentum is a vector quantity, really. So we can take B as the answer for question number 9. Number 10, a simple question again. A conveyor belt moving with the speed of u, sand falls at a constant rate dm by dt, where m is the mass of sand. The extra force required to maintain the speed of the belt is. നമുക്കറിയാം, the force is nothing but equal to, നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്കറിയാം അത് d by dt ഓഫ് മൊമെന്റം ആക്കി മാറുമ്പോൾ മൊമെന്റത്തിന് നമ്മൾ സിമ്പിൾ ആയിട്ട് m into v സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഫങ്ഷൻ ഓഫ് എ ഫങ്ഷൻ എന്നുള്ള സെൻസിൽ വി ആർ വിത്ത് ടു കൺസെപ്റ്റ് m into du by dt plus u into dm by dt. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ്.
അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മാസ് വേരിയബിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് വരുമ്പോൾ എം ബിക്കംസ് 0 സോ ഇവിടെ കോൺസ്റ്റന്റ് വെലോസിറ്റി ആണ് വരുന്നത്. അപ്പോൾ ഡി യു ബൈ ഡി ടി 0 ആയി. അപ്പോൾ ഉറപ്പായിട്ടും ആ കൺസെപ്റ്റ് 0 ആയി. മാസ് ഈസ് എ കോൺസ്റ്റന്റ്. ഓക്കെ, മാസ് എന്ന് പറയുന്നത് ഇവിടെ വേരിയബിൾ ആണ്, 0 അല്ല. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടിക്കഴിഞ്ഞു യു ഇൻറ്റു ഡി എം ബൈ ഡി ടി. സോ യു ഗെറ്റ് ദ ആൻസർ ആസ് ഡി ചോയ്സ്. ആൻഡ് വി ക്യാൻ മൂവ് വിത്ത് ദ നെക്സ്റ്റ് വൺ, ഏരിയ അണ്ടർ ഫോഴ്സ് ടൈം ഗ്രാഫ്. അപ്പൊ നമുക്ക് വൈ ആക്സിസിൽ ഫോഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ എക്സ് ആക്സിസിലൊക്കെ ടൈം ഉണ്ടാൽ നമ്മൾ ഏരിയ കൺസിഡർ ചെയ്യുമ്പോൾ സിമ്പിൾ ആയിട്ട് നമ്മൾ അവിടെ എടുക്കുന്നത് ഫോഴ്സ് ഇൻറ്റു ടൈം ആണ്. അപ്പൊ ഫോഴ്സ് എന്ന് പറയുന്നത് റഫ്ലി നമുക്ക് പറയാം ദ ചേഞ്ച് ഇൻ മൊമെന്റം വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ ടൈം ഫാക്ടർ പോയി കഴിഞ്ഞാൽ അവിടെ കിട്ടുന്നത് മൊമെന്റം ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ we get the answer as a C choice. Look the next one, number 12. When a metal spring is elongated within its elastic limit. അപ്പോൾ സ്വാഭാവികപരമായിട്ടും ഒരു ലോഡ് നമ്മളൊരു സ്പ്രിങ്ങിലേക്ക് കൊടുക്കുമ്പോൾ ഉറപ്പായിട്ടും their potential energy, ആ ഒരു കോൺഫിഗറേഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും പൊട്ടൻഷ്യൽ എനർജി ഈസ് സ്റ്റോർഡ് ഇൻ ഇറ്റ്. അതെന്ന് പറയുന്നത് നമുക്ക് ഹാഫ് കെ ഇൻറ്റു എക്സ് സ്ക്വയർ ആയിട്ട് പറയാം, അല്ലെങ്കിൽ ഹാഫ് ഇൻറ്റു ലോഡ് ഇൻറ്റു എക്സ്റ്റൻഷൻ ആയിട്ട് പറയാം. ആൻഡ് ഹെൻസ് വി ക്യാൻ സേ ബി എസ് ദി ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻ. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തിയറി നന്നായിട്ട് കൺസെപ്റ്റിൽ അറിയുന്ന ആൾക്കാർക്ക് വളരെ ഗുഡായിട്ട് നല്ല സ്കോർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് പ്രസന്റിൽ ചോദിച്ചിരിക്കുക. Look the question number 13. The instantaneous power in terms of force F and the velocity V is. നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാം പവർ എന്ന് പറയുന്നത് വർക്ക് ബൈ ടൈം ആണ് അല്ലെ. നമുക്ക് സിമ്പിൾ ആയിട്ട് വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ that is F dot displacement by time, that is velocity. So this is the instantaneous power, and hence we can take the relation as a B as the answer for that. Simple ആയിട്ടുള്ള ഫോർമുലയാണ് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 13 ആയിട്ട് നമുക്ക് കിട്ടിയത്. So we can move with the question number 14. A ball with a 10 cube kinetic energy, so it is labeled as a 10 cube, with a horizontally mounted spring. If the maximum compression of the spring is 50 centimeter, നമ്മുടെ മനസ്സിലേക്ക് ഒരു ഐഡിയ വരേണ്ടത് ഹൊറിസോണ്ടൽ ആയിട്ട് മൗണ്ടഡ് ആയിട്ടിരിക്കുന്ന ഒരു സ്പ്രിംഗ് ആണെന്നിരിക്കട്ടെ. അപ്പൊ അതിലേക്ക് ഒരു ബോള് വന്ന് വീഴുകയാണ് വിത്ത് സോ മച്ച് കൈനറ്റിക് എനർജി. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് അവനെ പൊട്ടൻഷ്യൽ എനർജി ആക്കി കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം that kinetic energy half v square, that is utilized as the potential energy of the spring, that means half k into x square. So നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അവിടുത്തെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് k ആണ്. So we can write the relation as is equal to 2 into that kinetic energy division by x square. So you just substitute for it. Come on everybody. So that is 2 into the kinetic energy there, that is nothing but equal to 10 cube, that division by that x square. So x here 50 centimeter, we can write it to be as in meter as a 0.5 square. On solving for 14, so you get the value as is equal to as 8 into, so 1/2 square as 4, 4 into 2 as 8 into 10 to the power of 3, and hence we get the choice as C as the answer for the question. So we can move with the question number 50. A simple question again. An object is released from a certain height h from the ground. So h അപ്പോൾ ഡ്രോപ്ഡ് ആയിട്ടുള്ള ബോഡി ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ അവനുണ്ടായിരുന്ന എനർജി എന്ന് പറയുന്നത് mgh ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ. And from the ground rebounds to a height h/4. അപ്പൊ സ്വാഭാവികപരമായിട്ടും അടുത്ത് അവൻ പൊങ്ങിയത് h/4 ഹൈറ്റിലേക്കാണ്. ഇതാണ് അവിടെ പറഞ്ഞിരിക്കുന്ന ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികപരമായിട്ടും രണ്ടാമത് കിട്ടിയ ഹൈറ്റ് എന്ന് പറയുന്നത് mgh ദാറ്റ് ഡിവിഷൻ ബൈ 4 ആയിട്ട് നമുക്ക് എടുക്കാം. ഇവിടെ ചോദിച്ചത് ഫ്രാക്ഷൻ ഓഫ് ദ എനർജി ലോസ്റ്റ്. അപ്പൊ ടോട്ടലായിട്ട് അവൻ ഉണ്ടായിരുന്ന എനർജി എന്ന് പറയുന്നത് mgh ആണ്. അതിൽ എന്തുമാത്രമാണ് നഷ്ടപ്പെട്ടത്? നഷ്ടപ്പെട്ടതെന്ന് പറയുമ്പോൾ നമുക്ക് ഇതിന്റെ ഡിഫറൻസ് ആയിട്ട് എടുക്കാം.
that is U1 minus U2, that is mgh minus mgh by 4. So mgh നമുക്ക് cancel ആയി കൊടുക്കാം, that is 1 minus 1 by 4. So you get the answer as is equal to 3 by 4. That means B is the answer. We can move with the question number 60. A good but simple question is waiting here. Okay, a solid metal ring. A ring is here. Yes, and a disc of the same radius. So that is the concept there. And to mass and radius same ആണ്. They are rotating about their diameters. Okay, fine. ഇതാണ് അവയുടെ ആക്സിസ് എന്ന് പറയുന്നത്. Okay, with the same angular frequency. അപ്പോൾ അവയുടെ ഒമേഗ എന്ന് പറയുന്നത് നമുക്ക് സെയിം ആയിട്ട് എടുക്കാം. The ratio of their rotational kinetic energies for that ring by that for the disk. അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള റിലേഷൻ, half I for the ring, omega r, that much, half I omega square. അപ്പോൾ ഡിസ്കിന് നമുക്ക് ഇങ്ങനെ എഴുതാം, that is omega disk square. അപ്പോൾ IR by ID ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സാധാരണ രൂപത്തിൽ അതിന്റെ സെൻട്രൽ ആക്സിസിലെ റിംഗിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് mr സ്ക്വയർ ആണെങ്കിൽ അതിന്റെ ഡയമീറ്ററിലേക്ക് വരുമ്പോൾ the concept as m into r square, that division by 2, that is divided by, and ID is what? For the disk above the diameter. ഇത് m into r square by 2 ആണെങ്കിൽ ആ ഡയമീറ്ററിന്റെ വാല്യൂ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം പ്രകാരം അത് m into r square by 4 ആണ്. So we can substitute as m into r square by 4. ഇവിടെ രണ്ടിന്റെ ഫ്രീക്വൻസി സെയിം ആയതുകൊണ്ട് അത് നമുക്ക് ക്യാൻസൽ ആയി കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ അത് 4 by 2 എന്നുള്ള ആസ്പെക്ട്സിലേക്ക് എത്തി. That is equal to, for 16 to 1, we get the answer as the third choice, C as the answer. So simple ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ആ തിയറി നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. Look the next one, number 70. The x and y coordinates of the three particles of masses m, 2m and 3m are respectively 0, 0, 1, 0 and minus 2, 0. The x coordinate of the center of mass of the system ആണ്. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള പ്രോബ്ലം ആണ് നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. x coordinate of the center of mass നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? That is equal to m1 x1 plus m2 x2 plus m3 x3 division by that total value as m1 plus m2 plus m3, that is equal to, നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന കോർഡിനേറ്റ്സിനെ സിമ്പിൾ ആയിട്ട് ഇത് x1 y1 ആണ്, ഇത് x2 y2 ആണ്, ഇത് x3 y3 ആണ്. ഓരോന്നിന്റെ മാസസ് കൃത്യമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മറന്നു പോകരുത്. ആദ്യത്തെ m ആണ്, x കോർഡിനേറ്റ് നമുക്ക് 0 ആയിട്ടാണ് കിട്ടിയത്. m2 2m ആണ്, x2 എന്ന് പറയുന്നത് 1 ആണ്, m3 എന്ന് പറയുന്നത് it is given as a 3m, but x3 എന്ന് പറയുന്നത് -2 ആണ്. That division by that total mass, so 6m ആയിട്ട് നമുക്ക് പറയാം. So that is equal to, so 2m minus, we get the value 6m, that division by, yes, 6m. അപ്പോൾ നമുക്ക് mm cancel ആയി കഴിഞ്ഞാൽ -4, that division by 6, that is equal to -2 by 3. That means we get the fourth option as the answer. So we can move with the question number 18. Okay. The radius of gyration of a solid cylinder of radius capital R and length L about its long axis of symmetry. അപ്പോൾ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. അവന്റെ ലെങ്ത് ഈ മെറ്റീരിയൽ ആക്കിക്കൊണ്ട് if you look into the axis of that cylinder under consideration, we feel the distribution of radius only, and hence we can say this is equivalent to a disk only. അപ്പോൾ അത് പ്രകാരം the moment of inertia of the solid cylinder or a disk is equal to m into r square division by 2. ആ കേസാണ് നമ്മുടെ റേഡിയസ് ഓഫ് ഗൈറേഷനിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ it is equal to mk square. So അത് ബേസ് ചെയ്തിട്ട് we can find the value for k is equal to r division by, yes, root 2. That is the aspect there, and hence we can say that B is the answer. And we can move to the next one. Look, number 19.
When no external torque acting on the system, look, the choices, the angular momentum of the system is not conserved. If it is conserved, then it is the answer. You know, from Newton's second law, as tau is equal to dl by dt, rate of change of momentum. If tau is equal to 0, then we can say that L is equal to constant. The next one, the rotational kinetic energy, it is now become a constant there. The rotational kinetic energy is independent of moment of inertia, directly proportional to moment of inertia, inversely proportional to moment of inertia. What we can say? നമ്മുടെ rotational kinetic energy യുടെ simple ആയ relation ഓർത്തെ, that is equal to half I omega square. അപ്പോൾ നമ്മൾ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ഒരു I കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്ത്, അപ്പോൾ നമുക്ക് ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത് നമ്മുടെ ലീനിയർ മൊമെന്റം മാസിന്റെ വെലോസിറ്റി ആയിട്ട് പറയുന്ന മാതിരി എൽ എന്ന് പറയുന്ന മാസിന് പകരമായി വെലോസിറ്റിക്ക് പകരം ഒമേഗ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ റിലേഷൻ എന്ന് പറയുന്നത് എൽ സ്ക്വയർ ഡിവിഷൻ ബൈ 2i ആയിട്ട് നമുക്ക് പറഞ്ഞൂടെ. ഒരു ടോർക്ക് 0 ആകുന്ന ഒരു ബോഡിയെ സംബന്ധിച്ചിടത്തോളം എൽ കോൺസ്റ്റന്റ് അല്ലേ. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് പറയാം, കൈനറ്റിക് എനർജി പ്രൊപ്പോർഷണൽ ടു ഐ എന്നൊരു ആസ്പെക്ട്സിലേക്ക് നമുക്ക് പറഞ്ഞൂടെ. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ കേസ് ആയിട്ടല്ലേ നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ we get the answer as exactly that E is the answer. So dear one, clear alle? Can I move forward? Yes? Yes, that is very important. Next one, number 20. Simple question is waiting. If T be the time period of a planet around the sun and D is the mean distance from the sun, then according to the Kepler's third law, you know, the square of the time period is proportional to the cube of the semi-major axis. Here, our average distance is considered. So, T square proportional to D cube, and hence we get the answer as the C choice. So, dear one, number 21. If the Earth shrinks to half of its present size, so R dash and the R by 2i mari, and the mass reduces to half of it the mass, then acceleration due to gravity, അതിന് എന്ത് സംഭവിക്കുമെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സാധാരണ നമുക്കറിയാം ജി ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ gm by r square ആണ്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു കേസ് എന്ന് പറയുന്നത് we can say that gm dash division by that is r dash square. You can put the values here. M dash is what? m by 2. R dash is what? R by 2. That much is square. So we can write it to be as gm division by 2 into r square division by 4. That is very important. But what is this value? 2, 4 cancel here. 2 on the numerator. So we can write it to be 2 into that is gm division by r square. Come on, what is the answer for it? You already know that is the value of g on the normal case. So we get the choices is equal to C choice. That is double the acceleration due to gravity. Is it okay? നിങ്ങളെ മെസ്സേജ് ചെയ്തേ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ക്ലിയർ ആവുന്നുണ്ടോ? കാരണം നമുക്ക് 72 ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് എത്തേണ്ടതായിട്ടുണ്ട് as early as possible. അതുകൊണ്ടാണ് അങ്ങനെ ഒരു എക്സ്പ്ലനേഷനിലൂടെ മൂവ് ചെയ്യുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? യെസ്. Can I move? Number 22. ഒരു വെരി ഗുഡ് ക്വസ്റ്റ്യൻ ആണ്. പല ടെക്സ്റ്റ് ബുക്കുകളിലും ചെറിയ നെഗറ്റീവിലാണ് ഈ ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിരിക്കുക. When two identical spheres of radius r, അപ്പം രണ്ടും ഐഡന്റിക്കൽ ആണ്, ആ കാര്യത്തില് തെറ്റ് വരരുത്. They are kept in contact. The force of attraction, നമുക്കറിയാം the Newton's law of gravitation പറയുന്നത് that is m1m2 division by അവയുടെ സെപ്പറേഷൻ എന്താണോ അത് സ്ക്വയർ എന്നാണ്. പക്ഷെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത് 2r ആയിട്ട്, r അല്ല വരുന്നത്, ഇവിടെ x ആയിട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ എക്സിന്റെ ഒരു പ്രത്യേകത, ആ എക്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റേഡിയസ് ഓഫ് ദ സ്പിയർ. കാരണം റേഡിയസ് കൂടുന്ന അനുസരിച്ച് എക്സിന് വ്യത്യാസം വരികയാണ്. അപ്പൊ r മാറുക എന്ന് പറയുമ്പോൾ മാസും സ്വാഭാവികപരമായിട്ട് മാറുകയാണ്. സാധാരണ നമ്മൾ കൺസിഡർ ചെയ്യുന്നതെല്ലാം പോയിന്റ് മാസസ് ആയിട്ട് കൺസിഡർ ചെയ്ത് ഒരു സെപ്പറേഷനിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ ആ രണ്ടു പേരുടെയും
സെന്റർ ഓഫ് മാസ് തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് മാസുമായിട്ട് ലിങ്ക്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മാസിനെ നിർബന്ധപൂർവം ഇൻ ടേംസ് ഓഫ് ആർ ആയിട്ട് എഴുതണം. അപ്പൊ നമുക്ക് ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് എഴുതാം റോ ഇൻറ്റു as a 4/3 pi r cube into, for the second one as a rho into that 4/3 pi r cube, that division by that separation, that is 2r the whole square. So f എന്ന് പറയുന്നത് directly proportional to r raised to 6 division by r raised square ആയിട്ട് പറഞ്ഞാൽ we can say that r raised to 4. So we get the answer as B choice. That is the answer. So we can move with the question number 23. With the increase of temperature, the surface tension of the liquid increases, the viscosity decreases, increases, both the surface tension and viscosity. Keep in mind the very important point. Anomalous behavior ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധാരണ ലിക്വിഡിലെ നമ്മുടെ കൊഹസീവ് ആയിട്ടുള്ള ഫോഴ്സസ് അതിന് വ്യത്യാസം വരികയാണ് ടെമ്പറേച്ചർ കൂടുമ്പോൾ മോളിക്യുലർ അട്രാക്ഷന്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡിസ്കസ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയും സർഫസ് ടെൻഷനും ഡിക്രീസസ് ആകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആസ്പെക്ട്. സോ വി ക്യാൻ കോഡ് ദ ആൻസർ ആസ് ഈ ചോയ്സ്. Come on, quick. What about the 24th question? The true statement is what? The Young's modulus of the wire depends upon its length. കുഞ്ഞുങ്ങളെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, കോഎഫിഷ്യന്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി അത് യങ്സ് ആയിക്കോട്ടെ, റിജിഡിറ്റി ആയിട്ട്, ബൾക്ക് മോഡുലസ് ആയിക്കോട്ടെ, അത് എപ്പോഴും മെറ്റീരിയൽ ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈവൻ ദോ there is a relationship among them, keep in mind it is a material property. അതോടൊപ്പം തന്നെ സെക്കൻഡ് ടൈം പറയുന്നത് the unit of Young's modulus. നമുക്കറിയാം കോഎഫിഷ്യന്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് സ്ട്രെസ് ഡിവിഷൻ ബൈ സ്ട്രെയിൻ ആണ്. അപ്പൊ സ്ട്രെയിനിന്റെ ഡയമെൻഷൻ ലെസ് ആണ്, യൂണിറ്റ് ലെസ് ആണ്. അപ്പൊ സ്ട്രെസ് എന്ന് പറയുന്ന ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പൊ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അത് തെറ്റായി മാറി. ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് സ്ട്രെസ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ഫോഴ്സ്. അപ്പൊ നമുക്കറിയാം സ്ട്രെസ് എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ ആണ്. സോ വീണ്ടും ദ യൂണിറ്റ് ഓഫ് സ്ട്രെയിൻ ഈസ് കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ. യുനോ ഡെൽറ്റ എൽ ബൈ എൽ ആണ് നമ്മുടെ കേസസിൽ സാധാരണ സ്ട്രെയിൻ ആയിട്ട് എടുക്കുക. സോ ലെങ്ത് ബൈ ലെങ്ത്, സോ നോ യൂണിറ്റ്, നോ ഡയമെൻഷൻ. So the answer is this one. That is a statement. The compressibility, that is termed as the reciprocal of the bulk modulus. 1/BA വിളിക്കുന്ന പേരാണ് that compressibility എന്ന് പറയുന്നത്. Or we can say E as the answer for 24. Number 25. When a body is strained, energy stored per unit volume is. നമ്മൾ സാധാരണ രൂപത്തിൽ നമുക്ക് എനർജി മാത്രമായിട്ട് വരുമ്പോൾ ഇവിടെ പെർ യൂണിറ്റ് വോളിയം വന്നതുകൊണ്ട് നമുക്ക് ഫോർമുല എഴുതാം half into stress into strain. അപ്പൊ ഒന്നുകിൽ നമുക്ക് സ്ട്രെസ്സിന്റെ രൂപത്തിലേക്ക് എഴുതണം, അല്ലെങ്കിൽ സ്ട്രെയിനിൻ്റെത്. പക്ഷെ എല്ലാ ഇക്വേഷനിലും y എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. നമുക്കറിയാം y എന്ന് പറയുന്നത് സ്ട്രെസ് ഡിവിഷൻ ബൈ സ്ട്രെയിൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ സ്ട്രെസ്സിന്റെ ഇക്വേഷൻ എഴുതാം? അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്ട്രെസ്സിന് പകരമായിട്ട് y into strain, സോ ഹാഫ് y strain സ്ക്വയർ. അപ്പൊ അങ്ങനെ ഒരു ആസ്പെക്ട് നമുക്കില്ല. അപ്പൊ നമുക്ക് തിരിച്ച് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമുക്ക് സ്ട്രെസ്സിന് സ്ട്രെയിനിന് പകരമായിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഹാഫ് ഇൻറ്റു that is stress into what about the strain? So that is a stress division by that y ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. So we get the value as a half into that is stress square, that division by y. So we get the choice as a third choice, C as the answer. That is the question number 25. So we can move with the question number 26. According to that equation of continuity, that when a liquid flows through a tube of variable cross section with variable velocity v, the quantity that remains constant, like the current flow, charge flow per second, we can say the quantity of water flowing per second is a constant and is given as a area into velocity is a constant, and hence we can say C as the exact answer. Number 27. Two thermally insulated identical vessels. So that keep in mind there is no heat enter or leave the system, and hence we have to say that adiabatic in concept there. A and B are connected through a stop pole. A contains a gas, so that is a very important one. And keep in mind, it is not ideal gas. That is very important one. At STP, and B is completely evacuated. So B എന്ന് പറയുന്നത് evacuated ആണ്.
Yes. If the stopcock is suddenly opened, the process is nothing but equal to the adiabatic expansion. അപ്പോൾ adiabatic expansion സംഭവിച്ചു കഴിഞ്ഞാൽ there should be cooling effect. That is a very important point. അപ്പോൾ കൂളിംഗ് എഫക്റ്റ് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് കുറഞ്ഞേ പറ്റൂ. ഇവിടെ വോളിയം വിയിൽ നിന്ന് ഡബിൾ വോളിയം ആയിട്ട് കൂടുമ്പോൾ പ്രഷർ ഷുഡ് ബി ഡിക്രീസസ്. സോ ഈ ചോയ്സസ് ബേസ് ചെയ്യുമ്പോൾ ദ മോർ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് വി കൻ സേ സി എസ് ദി ആൻസർ. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്. നമ്പർ 28. A process in which there is no flow of heat between the system and the surroundings. Exactly, we know the answer as the adiabatic process. For 29, a good question is waiting here. When the temperature of the source of a Carnot engine is at 400 Kelvin, so 400 Kelvin, its efficiency is 25%. The required increase in temperature of the source to increase the efficiency to 50%. അപ്പോൾ ആദ്യത്തെ കേസിൽ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് എഫിഷ്യൻസി എന്ന് പറയുന്ന ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് 0.25 ആയിട്ടാണ് തന്നിരിക്കുക. അവിടുത്തെ സോഴ്സ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൺ ആസ് 400 Kelvin. So that is the concept there. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഫസ്റ്റ് കണ്ടീഷനിൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സിങ്കിന്റെ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ നമുക്ക് ശ്രമിക്കാം. സോ എഫിഷ്യൻസി എന്ന് പറയുന്നത് 1 - T2 division by T1 ആണ്. സോ ഹിയർ T2 division by T1 എന്ന് പറയുന്നത് 1 - 0.25 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ we get the value that is equal to 0.75. So T2 എന്ന് പറയുന്നത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു 0.75 into T1. T1 എന്ന് പറയുന്നത് 400 Kelvin ആണ്. So you get the answer that is equal to 300 K. അപ്പൊ ഇതെന്ന് പറയുന്നത് സിങ്ക് ടെമ്പറേച്ചർ ആണ്. പക്ഷേ രണ്ടാമത്തെ കേസ് പറയുന്നത് കണ്ടുപിടിക്കേണ്ടത് സോഴ്സിന്റെ ടെമ്പറേച്ചർ ആണ്. അഗൈൻ എന്ത് വ്യത്യാസപ്പെടുന്നു? When the efficiency is 50%, എഫിഷ്യൻസിക്ക് എന്ത് വ്യത്യാസം വരുമ്പോഴാണ് 50%? അപ്പൊ നമുക്ക് eta2 എന്ന് പറയുന്നത് 1 - T2 dash by T1 dash എന്ന് എടുത്താൽ, so we can say that 0.5 value equal to 1 - so നമുക്ക് കണ്ടുപിടിക്കേണ്ടത് T2 ഡാഷിന്റെ വാല്യൂ ആണ്. അപ്പോ നമ്മുടെ സോഴ്സിന്റെ ടെമ്പറേച്ചർ ആണ് അല്ലെ. നമ്മൾ സിങ്ക് റിമൈൻസ് സെയിം എന്നൊരു ആസ്പെക്റ്റിലേക്ക് നമ്മൾ വെക്കുകയാണെങ്കിൽ ദാറ്റ് T1 dash എന്ന് പറഞ്ഞ് നമുക്ക് that T2 dash എന്ന് പറയുന്നത് നമ്മുടെ സിങ്ക് ടെമ്പറേച്ചർ ആണ്. The temperature is taken as here as 300 Kelvin. അപ്പോഴുള്ള നമ്മുടെ സോഴ്സ് ടെമ്പറേച്ചർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. So we can write it to be equal to 300 division by that T1 dash is equal to that 1 - 0.5 that is equal to 0.5 ആയിട്ട് നമുക്ക് എടുക്കാം. So we get that T1 dash is equal to 300 division by 0.5 that is equal to 600 Kelvin. അപ്പോൾ നമ്മുടെ സോഴ്സ് ടെമ്പറേച്ചർ എടുക്കുമ്പോൾ ഡെൽറ്റ ടി എടുക്കുമ്പോൾ മാറിപ്പോകരുത് നമ്മുടെ സോഴ്സ് സിങ്ക് ടെമ്പറേച്ചറുകൾ തമ്മിൽ. സോ അങ്ങനെ ഒരു മിസ്റ്റേക്ക് നേരത്തെ ഉണ്ടായി. സോ 600 നമുക്ക് വേണ്ടത് ഇൻക്രീസിംഗ് ആണ് അല്ലെ. ഡെൽറ്റ ടി 600 മൈനസ് യെസ് ഇവിടുത്തെ സോഴ്സ് ടെമ്പറേച്ചർ 400 ആണ്. സോ യു ഗെറ്റ് ദ കൺസെപ്റ്റ് 200 K as the answer. So E as the answer. So that is the question number 29. അപ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ സെക്കൻഡ് ഫസ്റ്റ് ഇയർ വോളിയം എന്ന് പറയുന്നത് എക്സാക്ട്ലി ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് ആണ്. അപ്പോൾ വളരെ വ്യക്തതയോടെ അതിനകത്തൊരു ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല സ്കോറിംഗ് കിട്ടൂ. മറക്കരുത്. നോക്കൂ ക്വസ്റ്റ്യൻ നമ്പർ 30. When an ideal diatomic gas is heated at a constant pressure, the fraction of heat energy supplied to the increase in the internal energy of the gas. ഇത്തരം കേസസിൽ ഓർമ്മയിരിക്കട്ടെ that heat energy supplied, that is we can easily find to be that is equal to n into that delta q, take the value as is equal to n cp delta t. That is a very important one. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഓക്കെ ഫൈൻ ബൈ ദാറ്റ് ഡെൽറ്റ യു എൻ സി ബി ഡെൽറ്റ ടി. ഈ ഫോർമുലകൾ മറന്നു പോകരുത്. പക്ഷെ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഫ്രാക്ഷൻ ഓഫ് ദ ഹീറ്റ് എനർജി. ഓക്കെ, അപ്പൊ ഡെൽറ്റ യു ബൈ ഡെൽറ്റ ക്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് വൺ.
So NN cancel, delta T cancel. So CV by the CP, that is we need to find it. That is 1 by CP by CV. എന്ന് പറഞ്ഞാൽ 1 by gamma നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമുക്കൊരു ഡയറ്റമിക് കൺസെപ്റ്റ് വരുമ്പോൾ ഗാമ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? അപ്പോൾ അത് നമ്മുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അറിയാമെങ്കിൽ വളരെ ഈസിയോടെ നമുക്ക് ഗാമ കണ്ടുപിടിക്കാം. റേഷ്യോ സ്പെസിഫിക്. So 1 plus 2 division by, for a diatomic we know it is 5. So 5 plus 2 as 7 by 5. So that is equal to 1 by, that is 7 by 5. That means we can say exactly, you get that choice as A as the answer. So that is very, very important one. And we can move with the question number, the next one. So dear one, ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നോക്കൂ, നീറ്റ് UG, ഐക്കാർ എന്നീ കോഴ്സുകൾക്ക് വേണ്ടി ഒരു ലൈവ് പ്രോഗ്രാം വരുന്ന ആഴ്ച ആരംഭിക്കുകയാണ്. അതിനുവേണ്ടി എല്ലാ പ്രാർത്ഥനയും സപ്പോർട്ടും നിങ്ങളുടെ കയ്യിലൊന്നും ഉണ്ടാവണം. അത് നീഡഡ് ആയിട്ടുള്ള കുട്ടികളുടെ ഇടയിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. സോ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ഇറ്റ്. നമ്പർ 31, the ratio of kinetic energy, ഒരു കോൺട്രവേഴ്സി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. Values of 4 gram of hydrogen to 7 gram of nitrogen at room temperature. So that is the aspect we need to find. അപ്പോൾ കുഞ്ഞുങ്ങളുടെ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൈനറ്റിക് എനർജിയുടെ റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് വന്നിരിക്കുക. അപ്പൊ പെർ മോൾ ആയിട്ട് വരുമ്പോൾ നമുക്കറിയാം ദാറ്റ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് നമ്പർ ഓഫ് നമുക്ക് മോൾസ് പെർ മോൾ ആണെങ്കിൽ ഇത് നമുക്ക് ഡയറ്റോമിക് ആണ് വരുന്നത്. അപ്പൊ സ്വാഭാവികപരമായിട്ട് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇൻറ്റു ദാറ്റ് RT ആയിട്ട് നമുക്ക് എടുക്കാം. സോ 5/2 RT ആയിട്ട് നമുക്ക് പറയാം. പെർ മോൾ ആണ് കൈനറ്റിക് എനർജി. അപ്പൊ സ്വാഭാവികപരമായിട്ട് നമുക്ക് ടെമ്പറേച്ചർ, റൂം ടെമ്പറേച്ചർ ആണ് രണ്ടും സെയിം ആണ്. നമ്മുടെ ആൻസർ 1:1 എന്ന് നമുക്ക് കിട്ടും. പക്ഷെ ഇവിടെ നമുക്ക് 4 gram ഓഫ് ഹൈഡ്രജൻ ആണ്. അപ്പോ കൈനറ്റിക് എനർജിയുടെ രണ്ട് കേസിന്റെയും റേഷ്യോ എന്ന് പറയുന്നത് പെർ മോൾ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എത്ര മോളിനെന്നുള്ള ഒരു ഫാക്ടർ അവിടെ വരികയാണ് അല്ലെ. അപ്പോ ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ ബൈ ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ, ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയാം. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ. ഇവിടെ 4 gram ആണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് അല്ലെ. സോ ദാറ്റ് ഡിവിഷൻ ബൈ ആറ്റമിക് മാസ് ഡിവിഷൻ ബൈ that is 7 gram by the mass number of nitrogen as 14. So that is equal to, that is 7, 14 as 2 into 4 as 8, 8:1. That is another answer. That is actual answer, but there is no choice like that. So we can just conceptually വേണമെങ്കിൽ നമുക്ക് ഈ ചോയ്സ് ആയിട്ട് നമുക്ക് പറയാം. യഥാർത്ഥത്തിൽ ആൻസർ 8:1 ആണ് വരേണ്ടത്. പക്ഷെ പെർ മോൾ എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ ചോയ്സ് ബേസ് ചെയ്ത് നമുക്ക് പറയുകയാണെങ്കിൽ ഈ ചോയ്സ് നമുക്ക് പറയാൻ പറ്റും. നമ്പർ 32, a planet with the radius r and acceleration due to gravity g will have atmosphere only if RMS speed of air molecule is less than. അപ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മൂണൊക്കെ ബേസ് ചെയ്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു കാര്യം അറ്റ്മോസ്ഫിയറിന്റെ ഇല്ലായ്മയുടെ റീസൺ എന്ന് പറയുന്നത് അവിടുത്തെ RMS സ്പീഡ് എന്ന് പറയുന്നത് അവിടുത്തെ നമ്മുടെ എസ്കേപ്പ് സ്പീഡിനേക്കാൾ കൂടുതലാണ്. അപ്പൊ സ്വാഭാവികപരമായിട്ടും എസ്കേപ്പ് സ്പീഡിനേക്കാൾ കുറവായിരിക്കണം. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എസ്കേപ്പ് സ്പീഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കംഫർട്ടായിട്ട് നമുക്കറിയാം 2 GM ഡിവിഷൻ ബൈ ദാറ്റ് R അല്ലെ. അത് ജിയുടെ രൂപത്തിലേക്കാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ദാറ്റ് R² into R ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ √2GR ആയിട്ട് നമുക്ക് പറയാം. √2 എന്ന് പറയുന്നത് 1.414 ആണ് അല്ലെ. സോ ദാറ്റ് മച്ച് √GR and hence we can say A as the aspect. So we can move with the question number 33. The ratio of acceleration due to gravity on the surface of Earth to that on the surface of Moon is given as a 6/1. The ratio of time period of the simple pendulum on either the surfaces, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ TE സാധാരണ ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് 2π × √L/g ആണ്. അപ്പൊ രണ്ട് കേസസ് നമ്മൾ കൺസിഡർ ചെയ്താൽ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താ നമുക്ക് പറയാൻ പറ്റുന്നത് ഫോർ എർത്ത് ഡിവിഷൻ ബൈ ദ ടൈം പീരീഡ് ഫോർ ദ മൂൺ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു
T proportional to 1 by root G ആയതുകൊണ്ട് തന്നെ, so we can say that root G of moon by that root G of earth. So that is equal to root of GM division by G. എന്താണ് GM by G? That is equal to root 1 by 6. So the time period of their ratio എന്ന് പറയുന്നത് 1 by root 6 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. And for 33, we can take that D as the answer for the problem. So we can move with the next one. Look, number 34. The velocity of a transverse wave propagating on a stretched string represented as y is equal to a sine omega t plus kx. അവിടെ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്, if you just want to find the value of omega by k, omega എന്ന് പറയുന്നത് എന്താണ്? ആംഗുലർ ഫ്രീക്വൻസി ആണ്. അത് നമുക്ക് 2πf ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. k എന്ന് പറയുന്നത് പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ആണ്. അതെങ്ങനെ കണ്ടുപിടിക്കാം? 2π by lambda. So that is equal to f lambda. എന്താണ് f lambda എന്ന് പറയുന്നത്? That is nothing but the speed. അപ്പൊ സ്പീഡ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ് that is omega by k. എന്ന് പറയുമ്പോൾ omega is what? That is omega t pi by 2. That is pi by 2 by k. K is what? What is pi by 3? So that is equal to 3 by 2, and you get the answer as 1.5 meter per second. That means E is the answer. And we can move with the question number 35. Kinetic energy of a particle of mass m executing linear simple harmonic motion with angular velocity omega. Amplitude A is. അപ്പോൾ ഒമേഗ ആംഗുലർ വെലോസിറ്റി, എ ആംപ്ലിറ്റ്യൂഡ് ഉള്ളതിന്റെ കൈനറ്റിക് എനർജി നമുക്ക് തന്നിരിക്കുകയാണ് അറ്റ് സെപ്പറേഷൻ എക്സ് ഫ്രം ദ മീൻ പൊസിഷൻ as 1 by 4 m a square omega square. It is at a distance of dash from the mean position. അപ്പോൾ ഇങ്ങനെ ഒരു ബോഡി ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ നടക്കുന്നതെങ്കിൽ അവന്റെ മെയിൻ പൊസിഷനിൽ നിന്ന് എത്ര അകലെ ആയിട്ടാണ് നമ്മുടെ ലൊക്കേഷൻ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ കൈനറ്റിക് എനർജി അറ്റ് എനി എക്സ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്, we know the relation as half m omega square into a square minus a square. Is it true? അപ്പൊ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ആൻസറിലേക്ക് വരാൻ ഒന്ന് ശ്രമിച്ചു നോക്കി. അപ്പൊ നമുക്ക് കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് നമുക്കൊന്ന് കളയാം. m omega square. So you get the value 2 to cancel. So a square minus a square equal to a square by 2. അപ്പൊ അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എക്സ് സ്ക്വയറിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? ദാറ്റ് ഈസ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ 4, എ സ്ക്വയർ ബൈ 2. ദാറ്റ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ബൈ 2. ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു എ ഡിവിഷൻ ബൈ റൂട്ട് 2. സോ ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ്. സോ വി ഗെറ്റ് ദ ചോയ്സ് as is equal to a choice as the answer. So we can move with the question number 36. വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചോദിക്കുക. When two sound waves of slightly different frequencies f1 and f2 are sounded together, then the time interval between successive maxima is. നമുക്കറിയാം ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്ന ടേം അല്ലെ, അവയുടെ ഡിഫറൻസ് ആണ് നമുക്ക് ബീറ്റ് ഫ്രീക്വൻസി ആയിട്ട് പറയാം. അപ്പൊ ടൈം പീരിയഡ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? Reciprocal of that beat frequency. So that is equal to 1 by f1 minus f2. So you get the answer as a C choice. So we can move with the question number 37. നമ്മൾ സെക്കൻഡ് ഇയർ ടോപ്പിക്കിലേക്ക് മൂവ് ചെയ്യാണ്. വളരെ പ്രധാനപ്പെട്ട പക്ഷെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. നമ്പർ 37. The electric potential at a point at a distance r due to an electric dipole is proportional to. അപ്പോൾ ഒരു ഇലക്ട്രിക് ഡൈപോൾ as മൈനസ് ക്യൂ പ്ലസ് ക്യൂ അത് ബേസ് ചെയ്തിട്ട് അവന്റെ ഏതൊരു ആംഗിൾ സേ വിത്ത് റെസ്പെക്ട് ടു ദ സെന്റർ തീറ്റ ആംഗിൾ ആണെങ്കിൽ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം that is 1 by 4 pi epsilon 0 p the dipole moment cos theta division by r square. So potential is proportional to 1 by r square, that is r raised to minus 2, and hence we can say D as the answer. We can move with the question number 38. An air capacitor, an identical capacitor filled with a dielectric medium. അപ്പോൾ C ആണ് പക്ഷെ
ഒരു ഡയലക്ട്രിക് മീഡിയം ഉണ്ട്. അപ്പൊ നമുക്കറിയാം സ്വാഭാവികപരമായിട്ടും സി മീഡിയം വരുമ്പോൾ കെ ഇൻറ്റു എപ്സിലോൺ 0 എ ബൈ ഡി ആയിട്ട് മാറും. ഇത് എയറിന്റെ കേസ് ആണ്. അപ്പൊ നമുക്ക് കെ സി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ആൻഡ് കീപ് ഇൻ മൈൻഡ്, dielectric medium of dielectric constant 5 are connected in series to a voltage source of 12 volt. അപ്പോൾ ഇത് ഒരു 12 വോൾട്ട് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യാം. The fall of potential across C1 and C2 are respectively. അപ്പൊ C1നും C2നും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്തായാലും നമുക്കൊരു കാര്യം അറിയാം, ഇത് സീരീസ് ആയതുകൊണ്ട് Q എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ് അല്ലെ? യെസ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ആർക്ക് പ്രൊപ്പോർഷണൽ ആവും? സിക്ക് പ്രൊപ്പോർഷണൽ ആകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് രണ്ട് കേസസ് ആയിട്ട് നമുക്ക് എടുക്കാം. ദാറ്റ് ഈസ് V1 by V2 എന്ന് പറയുന്നത് C2 by C1 ആയിട്ട് എടുക്കാം. സോ നമുക്കറിയാം കെ സി ഡിവിഷൻ ബൈ സി ആണ് അല്ലെ? അപ്പൊ കെ ആയിട്ട് കിട്ടി എന്ന് പറഞ്ഞാൽ 5 ആയിട്ട് കിട്ടി. അപ്പൊ V1 എന്ന് പറയുന്നത് 5 ടൈംസ് ഓഫ് V2 ആയിട്ട് നമുക്ക് എഴുതാം. അതോടൊപ്പം നിങ്ങൾ ഓർത്തെ, ഈ 12 വോൾട്ട് അല്ലേ ഇവിടെ V1നും V2 ആയിട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ V1 പ്ലസ് V2 അല്ലേ നമ്മുടെ 12 എന്ന് നമ്മൾ പറയുന്നത്? അവിടെ V1 എന്ന് പറയുന്നത് 5 V2 ആണെങ്കിൽ 6 V2 എന്ന് പറയുന്നത് 12 ആയിട്ട് എടുത്താൽ V2 എന്ന് പറയുന്നത് 2 വോൾട്ട് ആയിട്ട് നമുക്ക് കിട്ടിയില്ലേ? അങ്ങനെയാണെങ്കിൽ V1 എന്ന് പറയുന്നത് 5 into 2 10 വോൾട്ട് ആയിട്ട് മാറില്ലേ? അപ്പൊ നമുക്ക് എക്സാക്ട് ആയിട്ട് ബി ആൻസർ ആയിട്ട് വന്നില്ലേ? Come on, look it. Is it okay? Clear ആണോ everybody? നിങ്ങളെ ക്ലിയർ ആണോ? Can I move? Okay. So number 39. The ratio of the magnitude of electrostatic force between two protons at a distance r apart. അപ്പോ F എന്ന് പറയുന്നത് 1/4πε0 പ്രോട്ടോണിന്റെ ചാർജ് ആണ്. That division by r square. That is for electron. To that between two electrons at the same distance. അവിടെയും നമുക്കറിയാം പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും ചാർജ് എന്ന് പറയുന്നത് സെയിം ആവുകയാണ് അല്ലെ? അപ്പൊ സ്വാഭാവികപരമായിട്ടും അവയുടെ റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആയിട്ട് മാറി. A as the answer. Number 14. When two charges are kept in air medium at a certain distance d apart, the force between them is F. So we can write it to be F is equal to 1/4πε0. That two charges, so Q1, Q2 division by R square. When they are kept in a dielectric medium at the same distance of separation, the force then becomes F by 2. That means we can say that F dash is equal to 1/4πε0 epsilon അല്ലെ? ഒരു മീഡിയത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ലേ നമ്മൾ കൊടുക്കുന്നത്? അപ്പോ അവിടെ എപ്സിലോൺ ആയിട്ട് മാറും, ഓർ എപ്സിലോൺ 0 എപ്സിലോൺ r. അപ്പൊ ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ എയറിലെ വാല്യൂ ആണ് അല്ലെ? അപ്പൊ ആ എയറിൽ നമ്മുടെ മീഡിയത്തിലെ വാല്യൂ ആണ് നമുക്ക് F/2 ആയിട്ട് നമുക്ക് തന്നിരിക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് എപ്സിലോൺ r എന്ന് പറയുന്നത് നമുക്ക് എത്രയായിട്ട് പറയാം? 2 ആയിട്ട് പറയാം. ദാറ്റ് മീൻസ് ബി എസ് ദി ആൻസർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ എന്ന് ചോദിച്ചിരിക്കുക. അത് ഒരല്പ തിയറി കൃത്യമായിട്ട് അറിയാന്നുള്ള ആരാണോ അവർക്ക് ആൻസർ ആയി കഴിഞ്ഞു. അത് കൂട്ടുതരത്തിലാണ്. കറണ്ട് ഇലക്ട്രിസിറ്റിയിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ഡിയർ വൺ, ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഇറ്റ്. അതോടൊപ്പം ഷെയർ ചെയ്യാനും മടിക്കരുതേ. നോക്കൂ, the magnitude of the drift velocity per unit electric field. So that is the simple definition for mobility. The drift velocity gained per unit electric field, that is what is called that mobility. That mobility is given as is equal to drift velocity, that division by E. Then we can move, so we get the answer that is equal to A as the choice. And we can move with the next one, number 42. A V-stone network that is balanced with respective resistors 5 ohm, 10 ohm, 20 ohm, and 40 ohm in the P, Q, R, and SN.
സോ നമ്മുടെ സാധാരണ രൂപത്തിലൊരു ബാലൻസ്ഡ് ബ്രിഡ്ജിന്റെ കൺസെപ്റ്റ് നമുക്കറിയാം. ദാറ്റ് മസ്റ്റ് ബി പി ബൈ ക്യൂ ഷുഡ് ബി ഈക്വൽ ടു ആർ ബൈ എസ്. അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു സർക്യൂട്ട് വരുമ്പോൾ ഇത് പി ആണ്, ഇത് ക്യൂ ആണ്, ഇത് ആർ ആണ്, ഇത് എസ് ആണ്. അപ്പൊ ആദ്യത്തെ കേസ് എന്താണ്? ഇത് 5, ഇത് 10 ആണ്, ഇത് 20 ആണ്, ഇത് 40 ആണ്. അപ്പോ പി ബൈ ക്യൂ 5/10 1/2, 20/40 1/2. സോ നൗ ഇറ്റ് ഈസ് ബാലൻസ്ഡ്. അടുത്ത കേസ് എന്താണ് പറയുന്നത്? there is a 40 ohm resistor is connected across a SAM. ഈ SAM-ന് ഒരു 40 ohm കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോ റിസൾട്ടന്റ് എന്ന് പറയുന്നത് 20 ആയി മാറി കഴിഞ്ഞു. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ ആർ ബൈ എസിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ ഇനി ബാലൻസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? പി ബൈ ക്യൂവും ഈക്വൽ ആകണം. അത് ഈക്വൽ ആകണമെങ്കിൽ ഒന്നുകിൽ നമ്മുടെ പിയോടൊപ്പം ഒരു 5 ഓം സീരീസോടെ കണക്ട് ചെയ്യണം. പക്ഷെ അതിനെക്കുറിച്ച് പറയുന്നില്ല, അക്രോസ് കണക്ഷനേ വരുന്നുള്ളൂ. അപ്പൊ ക്യൂക്ക് എന്ത് ചെയ്യണം? 5 ആകണം. 5 ആകണമെങ്കിൽ എന്ത് ചെയ്യണം? അത് ഉറപ്പായിട്ടും അതേപോലത്തെ ഒരു 10 ഓം അതിന് പാരലൽ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്താൽ മതി. സോ 10 R by n, 10/2. So you get the value as 5. So 5/5 become 1. So exactly you get the answer as E choice. അപ്പൊ പ്രസൻസ് ഓഫ് മൈൻഡോട് കൂടി അത് കാണുകയാണെങ്കിൽ നമുക്ക് ആൻസർ പെട്ടെന്ന് നമുക്ക് വരാൻ പറ്റുന്നതായിരുന്നു ദാറ്റ് വീസ്റ്റൺ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ E is the answer. Number 43. If one cell is connected wrongly, okay, fine. In series combination of 4 cells, so ബാക്കിയെല്ലാം നമുക്ക് കറക്റ്റ് ആയിട്ടാണ് നമുക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് എന്നിരിക്കട്ടെ. ഓക്കെ, ഫൈൻ, ഗുഡ്. EMF ഓരോന്നിനും 1.5 ആണ്. ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.5 ഓം ആണ്. ദെൻ ഇക്വലന്റ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദ കോമ്പിനേഷൻ. എപ്പോഴും ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യപ്പെടുന്നത് സെല്ലിന്റെ ഇന്റേണൽ ആയിട്ടുള്ള അതിന്റെ കെമിസ്ട്രിയാണ്, അല്ലെ? ഇലക്ട്രോകെമിക്കൽസ്, അതിന്റെ ഇലക്ട്രോലൈറ്റ് ആണ്, ഇലക്ട്രോഡുകളാണ്. അപ്പൊ അത് ഇങ്ങനെ കണക്ട് ചെയ്തു, റോങ് കണക്ട് ചെയ്തു എന്നുള്ള ഒരു ഫാക്ടറേ അല്ല. അതുകൊണ്ട് തന്നെ ആർ എഫക്റ്റീവ് എന്ന് പറയുന്നത് 4R ആയിട്ട് നമുക്ക് പറയേണ്ടി വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 into 1/2. യു ഗെറ്റ് ദ ആൻസർ as is equal to D choice. So for 43 we can say the answer as D choice. And we can move with the next one, number 44. A carbon resistor that is marked with the rings colored blue, black, red and silver, then what is its resistance in ohm? അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് നമ്മുടെ BB റോയ്, യെസ്, ആ കൺസെപ്റ്റ് നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു, അല്ലെ? സോ 0 1 2 3 4 5 6. അപ്പൊ നമുക്ക് വേണ്ടത് ആദ്യം എന്ന് പറയുന്നത് ബ്ലൂ ആണ്. ബ്ലൂ എന്ന് പറയുന്നത് 6 ആണ് ഫസ്റ്റ് ഡിജിറ്റ്. അങ്ങനെ കിട്ടുന്ന ഒരൊറ്റ ചോയ്സേ ഉള്ളൂ, അല്ലെ? ആൻസർ ആയി കഴിഞ്ഞു. ദെൻ അത് കഴിഞ്ഞ് ബ്ലാക്ക് ആയി 0 ആണ്, റെഡ് ആണ്, അപ്പൊ അത് 10 to the power 2 ആയി. ടോളറൻസ് 10% ആണ് ഫോർ സിൽവർ. സോ എക്സാക്ട്ലി എ ആസ് ദി ആൻസർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ആൻസർ ആണ്. നമുക്ക് പെട്ടെന്ന് തിയറി ആർക്കാണോ അറിയാന്നുള്ളത്, ഒരു സിമ്പിൾ ആയിട്ട് പഠിച്ചു പോയിട്ടുള്ളവർക്കെല്ലാം അത് കംഫർട്ട് ആകുന്ന ക്വസ്റ്റ്യൻ ആണ് റെഡിയാക്കിയിരിക്കുക. നമ്പർ 45. ലുക്ക് ദ കൺസെപ്റ്റ് ഹിയർ. A conductor of length 20 centimeters or 0.2 meter carrying a current that is equal to 5 ampere is placed at an angle 30 degree to the external field B is equal to 0.5. What is the force acting on it? So we get the concept as F is equal to SILB sin theta. That is the aspect. So what is the current there as a 5 into that length as a 0.2 into the magnetic field as a 0.5 as 1/2 into then that magnetic 5 into that length 0.2, that magnetic field as a 0.5, then sin 30 as 1/2. Come on, quick. 0.1, 0.5/2 as a 0.25. Yes, exactly. So you get the answer for 45 as a CSD answer. Look the next one, number 46. A current carrying coil is placed in a magnetic field, experiences a torque that tau. If theta is the angle between the normal to the plane of the coil in the normal and the field, the field and normal, the area in being the middle angle ആണ് നമുക്ക് that theta ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ phi is the flux linked with the coil
then oru choices nokkumbol we have to consider that tau and the flux. Keep in mind that flux is nothing but equal to BA cos theta, that is the concept. And that torque is nothing but equal to as NBAI sin theta, that is the concept there. അപ്പോൾ രണ്ട് കോസും ഒരെണ്ണം സൈൻ തീറ്റയാണ്. അപ്പൊ അത് സൂക്ഷ്മതയോടെ നമ്മൾ ഓർമ്മയിരിക്കണം. അപ്പോ നമുക്കറിയാം ഇവിടെ വരേണ്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ ഏരിയ വെക്ടറും ബിയും ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ആദ്യത്തെ ചോയ്സ് നോക്കിയേ, ടോ ഈസ് മിനിമം, സൈൻ തീറ്റ മാക്സിമം വാല്യൂ ആണ് തരുന്നത് അല്ലേ. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് there. അപ്പൊ ടോയും, അപ്പൊ നമുക്ക് അടുത്ത കൺസെപ്റ്റ് ടോ ആൻഡ് ഫൈ ആർ മാക്സിമം ഫോർ, രണ്ടും ഒരേ കൺസെപ്റ്റിൽ നമുക്ക് വരാൻ പറ്റത്തില്ല. Phi is maximum for theta. No. So the next one, tau is 0. Yes, sin 0. Good. And tau is maximum for theta is equal to 0. Cos 0 become 1. So we can take E as the answer for question number 46. Number 47. In cyclotron, the frequency of revolution of the charged particle in a magnetic field is independent of. So we know the relation as the cyclotron frequency as a QB division by 2 pi m. It really depends upon the mass, the charge, the magnetic field, the charge, the magnetic field, the mass. It is independent of velocity. That means independent of kinetic energy. That is a very important one. And hence here we can take the choice as B as the answer. Already frequency in the so other nalla choice. So B is the answer for the question. Number 48. The hard ferromagnetic material, hard and soft magnets. Hard എന്ന് പറയുമ്പോൾ permanent magnets. Permanent magnets എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ അയൺ, കൊബാൾട്ട്, നിക്കൽ, ഗഡോലിനിയം ഇതെല്ലാം ഉപയോഗിക്കുന്നത് നമ്മൾ സാധാരണ ഇലക്ട്രോ മാഗ്നറ്റ്സുകൾ ഉപയോഗിക്കാനാണ്. എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. അപ്പോ നമ്മുടെ അലോയ് ആയിട്ടുള്ള അൽനിക്കോ, അൽക്കോമാക്സ് ഇതൊക്കെയാണ് ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. So that is a hard ferromagnetic material. Then we can move with the question number 48. Nogu, വളരെ simple ആയിട്ട്, if BC is the magnetic induction at the center of the circular coil, and we can say that is equal to mu0 by 4 pi into the I division by R into 2 pi. So that is given as BC. Then the magnetic induction at a point on the axis of the coil at a distance equal to radius. X എന്ന് പറയുന്നത് ആറിന് തുല്യമായിട്ടുള്ള ഒരു പോയിന്റ് എടുത്തിട്ട് ആ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? സിമ്പിൾ ആയിട്ട് നമുക്കറിയാം, ദാറ്റ് ഈസ് mu0 division by 4 pi into mu0 by 4 pi into that you should know that formula in clearly. That is I into 2 pi into that R square division by that R square plus X square. X is here what? R. So R square, the whole raised to 3 by 2. അപ്പൊ ഇനി അടുത്ത് നമ്മൾ ഈ ഒരു ഫോർമാറ്റിലേക്ക് വരാൻ വേണ്ടി നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, mu0 by 4 pi into ഒരു R ബോട്ടത്തിൽ വരാൻ വേണ്ടി നമുക്കൊരു കാര്യം ചെയ്യാം, I ഡിവിഷൻ ബൈ ഒരു R എടുക്കാം. അപ്പൊ ഇത് R ക്യൂബ് ആയി മാറുന്നു എന്നുള്ള കൺസെപ്റ്റ് മറന്നു പോകരുത്. സോ R ക്യൂബ് ഡിവിഷൻ ബൈ 2R square the whole raised to 3 by 2. And this value is what? BC. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി, B is equal to BC division by that R cube division by 2 raised to 3, yes, 2 cube raised to half into R square 3 by 2 to cancel. So that is equal to R cube cancel. So BC become 2 cube is what? 2 cube is 8 root 8. That is equal to BC by 2 root 2. That means we get the choice as A. So 49 വളരെ സിമ്പിൾ ആയിട്ടുള്ള മാത്തമാറ്റിക്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈസിലി നമുക്ക് ആൻസറിലേക്ക് നമുക്ക് കിട്ടി. നമ്പർ 50, നമ്മുടെ കഴിഞ്ഞ ക്രാഷിന്റെ ഒക്കെ ഡിസ്കഷൻ ക്വസ്റ്റ്യനിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയായിരുന്നു ഇത്. If air core is replaced by an iron core in an inductor, the self inductance is increased from 0.02 millihenry to 40 millihenry. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് വരണം, ആദ്യത്തെ എയർ കോർ നമ്മൾ വരുമ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്ക് ഫോർമുല എഴുതാം, ദാറ്റ് mu0 into n square A division by L. അതിന് പകരമായിട്ട് നമുക്ക് ഒരു മീഡിയം നമ്മൾ കൊടുക്കുന്ന സമയത്ത്
അവിടുത്തെ ഫോർമുലയ്ക്ക് ഉണ്ടാകുന്ന വ്യത്യാസം മാത്രം നിങ്ങളുടെ മനസ്സിലേക്ക് വരിക. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം this value that is nothing but equal to what mu r times that is L in A ആണ്. നമുക്ക് വേണ്ടത് mu r ആണ് അല്ലെ. അപ്പൊ സോ L മീഡിയം ബൈ L എയർ ആയിട്ട് എടുത്താൽ മതി. മീഡിയത്തിന്റെ വാല്യൂ എത്ര? 40 മില്ലി ആണ് ബൈ 0.02 മില്ലി. So 40 by 2 as a 20 into 10 square, that is equal to 2000. That is B as the answer. Everybody okay? Clear or no? Okay, le? Number 51. Among various circuit constructed with resistor, inductor and capacitor, the circuit that gives maximum power dissipation is, and keep in mind that the power that is equal to I average into IRMS into VRMS into cos phi. അപ്പൊ അത് തീരുമാനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് കോസ് പൈ ആണ്. അപ്പൊ കോസ് പൈയുടെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ദാറ്റ് വിൽ ഹാപ്പൺ ഫോർ നമ്മുടെ റെസൊണൻസ് മാതിരി കൺസെപ്റ്റ് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് പ്യുവർലി ഇറ്റ് ബിക്കംസ് റെസിസ്റ്റീവ് ഇൻ നേച്ചർ. That means C as the choice for the question. So we can move with the question number 52. Eddy currents are not used in the application of. So നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് സി ദ ഇൻഡക്ഷൻ ഫർണേസ്, thermal generators, electromagnetic damping, power meters, magnetic breaker. അപ്പോൾ നമ്മൾ NCERT ബേസ് ചെയ്ത് നോക്കിയാൽ ഇതെല്ലാം അതിന്റെ ആപ്ലിക്കേഷൻസ് ആണ് അല്ലെ. ദ തെർമൽ ജനറേറ്റേഴ്സ് എന്ന് പറയുമ്പോഴേ ഓർക്കണം ഹീറ്റിംഗ് എഫക്ട്സ് ആണ് അവിടുത്തെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് നോട്ട് യൂസ്ഡ് ആയിട്ട് ബി നമുക്ക് കൺസിഡർ ചെയ്യാം. The total intensity of earth magnetic field at the pole is 7 units and the value at the equator is. നമ്മുടെ ടോട്ടൽ എർത്ത് ഫീൽഡ് വരുമ്പോൾ ഈ രണ്ട് റിലേഷൻസ് നിങ്ങളുടെ മനസ്സിലേക്ക് വരണമേ. ഒന്ന്, ദാറ്റ് വെർട്ടിക്കൽ കമ്പോണന്റ് എന്ന് പറയുന്നത് ബി സൈൻ ഡെൽറ്റ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ആൻഡ് ദ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ന് പറയുന്നത് ബി കോസ് ഡെൽറ്റ ആയിട്ട് നമ്മൾ പറയാം. അറ്റ് ദ ഇക്വേറ്റർ വരുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് വരണം ഡെൽറ്റ എന്ന് പറയുന്നത് 0 ആയിട്ട് മാറുമ്പോൾ and we get the concept as is equal to so at the equator delta becomes 0 and അവിടെ BH ന്റെ വാല്യൂ എന്ന് പറയുന്നത് ടോട്ടൽ ഫീൽഡ് ആയിട്ട് മാറുകയാണ്. അതേപോലെ വെർട്ടിക്കൽ കൺസെപ്റ്റ് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ടത് at the pole വരുമ്പോൾ delta become pi by 2 and the vertical value becomes is equal to B. That is the aspect there. അപ്പോൾ നമ്മുടെ ടോട്ടൽ ഫീൽഡ് എല്ലായിടത്തും കോൺസ്റ്റന്റ് ആയിരിക്കും. That is a very important one. അതുകൊണ്ട് തന്നെ keep in mind the 7 units തന്നെയായിരിക്കും exactly at the equator C as the answer. We can move to the question number 54. Direct concept from our NGRD. Look the point. Electromagnetic waves against their detection devices are matched below. Gamma rays ionization chamber ആണ് അതിൽ ഉപയോഗിക്കുക. അതോടൊപ്പം ഫോട്ടോഗ്രാഫിക് ഫിലിം, മൈക്രോവേവ്സ് പോയിന്റ് കോണ്ടാക്ട് ഡയോഡ്സ്, എക്സ്റേസ് ഫിലിം നമുക്ക് ഉപയോഗിക്കാം. അതോടൊപ്പം then ultraviolet വരുമ്പോൾ ശ്രദ്ധിക്കണേ that is ഫോട്ടോ ഡയോഡ് ആണ് അതിൽ സാധാരണ യൂസ് ചെയ്യാറുള്ളത്, തെർമോപൈൽ അല്ല. തെർമോപൈലും ബോളോമീറ്ററും ഉപയോഗിക്കുന്നത് ഇൻഫ്രാറെഡ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയാണ്. സോ we can say D as the correct answer for question number 54. In an electromagnetic wave, the oscillating electric and the magnetic field vectors are oriented in. നമ്മൾ ശ്രദ്ധിച്ച് ചിന്തിച്ചെടുക്കുക. അപ്പൊ നമ്മൾ ഒരു സാധാരണ രൂപത്തിൽ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ ഇലക്ട്രിക് ഫീൽഡും അതോടൊപ്പം നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് സി ദ കൺസെപ്റ്റ്. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ 90 ഡിഗ്രിയാണ്. പക്ഷെ അവയുടെ മാക്സിമം ഒന്ന് നോക്കിയേ, മിനിമം ഒന്ന് നോക്കിയേ, ഒരേ പോയിന്റിലാണ് സംഭവിക്കുക. ദേ ആർ സ്റ്റാർട്ടിങ് ഫ്രം ദ സിംഗിൾ പോയിന്റ്, ദേ ആർ ഇൻ ഫേസ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് ആൻസർ പറയാൻ പറ്റും. The mutually perpendicular directions and are in phase. So E is the answer. 56. Fresnel distance for an aperture of size A illuminated by a parallel beam of light of wavelength lambda, deciding the validity of ray optics.
അപ്പൊ നമ്മൾ സാധാരണ രൂപത്തിൽ ഒരു ഒബ്സ്റ്റക്കിൾ വെക്കുന്ന സമയത്ത് അവിടുത്തെ എൻക്രോച്ച്മെന്റ്, അപ്പൊ നമ്മളിപ്പോ ഒരു ക്യാപിറ്റൽ ഡി എന്ന് പറയുന്ന ഒരിടത്താണ് നമ്മൾ സ്ക്രീൻ വെക്കുന്നതെങ്കിൽ അത് യഥാർത്ഥത്തിലുള്ള ജോമെട്രിക്കൽ ഷാഡോ ബേസ് ചെയ്തിട്ടുണ്ടാകുന്ന ആ ഒരു എൻക്രോച്ച്മെന്റ് എന്ന് പറയുന്നത് സ്ലിറ്റ് വിഡ്ത്ത് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആണെങ്കിൽ അത് മുതൽ വേവ് ഓപ്റ്റിക്സ് ആണ് വാലിഡ് ആകുന്നില്ലെങ്കിൽ നമുക്ക് ഉറപ്പിച്ചു പറയാം റേ ഓപ്റ്റിക്സ് ആണ് വാലിഡ് എന്ന്. അപ്പൊ അത് കുറവാണ് എന്ന് വെച്ചാൽ ഈ ഒരു റീജിയനിലൊക്കെയാണ് വരുന്നതെങ്കിൽ റേ ഓപ്റ്റിക്സ് ആയിരിക്കും. ആ ലിമിറ്റിംഗ് കൺസെപ്റ്റ് ആണ് ഇവിടെ ഫ്രണൽ ഡിസ്റ്റൻസ് ആയിട്ട് പറയുന്നത്. ദാറ്റ് ഈസ് എ സ്ക്വയർ ബൈ ലാംഡ, ദാറ്റ് ഈസ് ഡി എസ് ദി ആൻസർ. വി കൻ ഗോ വിത്ത് ദ ക്വസ്റ്റ്യൻ നമ്പർ 57. വളരെ ഗുഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുക. ദി അപ്പാരന്റ് ഡെപ്ത് ഓഫ് എ നീഡിൽ lying in a water beaker is found to be 9 centimeter. If water is replaced by a liquid of refractive index 1.5, then the apparent depth of needle will be mu of water is 4/3. അപ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് അപ്പാരന്റ് ഡെപ്ത് എന്ന് പറയുന്നത് റിയൽ ഡെപ്ത് ഡിവിഷൻ ബൈ mu ആണ്. അപ്പൊ ആ ഫസ്റ്റ് കേസിൽ എന്തിന് ഈ കൺസെപ്റ്റ് തരിക എന്ന് പറഞ്ഞാൽ ആ ബീക്കറിന്റെ യഥാർത്ഥത്തിലുള്ള ഡെപ്ത് നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ. സോ ദാറ്റ് റിയൽ ഡെപ്ത് എന്ന് പറയുന്നത് അവിടുത്തെ അപ്പാരന്റ് ഡെപ്തിന്റെ mu ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു അപ്പാരന്റ് ഡെപ്ത് എന്ന് പറയുന്നത് 9 ആണ്. സോ അവിടുത്തെ വാട്ടറിന്റെ 4/3 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യുമ്പോൾ 12 സെന്റിമീറ്റർ എന്ന് കിട്ടി. രണ്ടാമത് പറയാണ് നമ്മൾ അതേ ഡെപ്തിലുള്ള അതിലേക്ക് 1.5 ഉള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ലിക്വിഡ് വിടുകയാണ്. അപ്പോൾ അപ്പാരന്റ് ഡെപ്ത് എന്തായിട്ട് മാറുന്നു? 12 സെന്റിമീറ്റർ ഡിവിഷൻ ബൈ ദാറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ അനദർ ലിക്വിഡ്. അത് എത്രയായിട്ടാണ് നമുക്ക് പറയുന്നത്? 3/2 ആയിട്ട് മാറുകയാണ്. സോ യു ഗെറ്റ് ദ ആൻസർ ആസ് 8 സെന്റിമീറ്റർ. ദാറ്റ് മീൻസ് എക്സാക്ട്ലി ഇ എസ് ദി ചോയ്സ്. അപ്പൊ ഈ അപ്പാരന്റ് ഡെപ്തുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചോദിച്ചിരിക്കുക. സോ വി കൻ മൂവ് വിത്ത് ദ ക്വസ്റ്റ്യൻ നമ്പർ 58. നോക്കൂ, വളരെ സിമ്പിൾ ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. An object is placed at 10 centimeter in front of a concave mirror. If the image is at 20 centimeter on the same side, the magnification, that is simply minus v by u, that is minus v minus 20 by minus 10. So that is equal to minus 2. So you get the concept as is equal to C choice. We can move with the question number 59. The Young's double slit experiment, two different light beams of wavelength lambda 1 and lambda 2 produce interference pattern with the bandwidth beta 1 and beta 2. If the ratio between B1 and B2 is 3:2, then the ratio between lambda 1 and lambda 2. നമുക്കറിയാം the bandwidth is lambda capital D by small d. ഇവിടെ capital D യും D യും കോൺസ്റ്റന്റ് അല്ലേ. അപ്പൊ നമുക്ക് ബീറ്റ പ്രൊപ്പോർഷണൽ ടു ലാംഡ എന്ന് പറഞ്ഞൂടെ. അപ്പൊ ബീറ്റ 1 ബൈ ബീറ്റ 2 എന്ന് പറയുന്നത് ലാംഡ 1 ബൈ ലാംഡ 2 തന്നെയല്ലേ. അപ്പൊ ലാംഡ ബൈ 1 ബൈ ലാംഡ 2 എന്ന് പറയുന്നത് എക്സാക്ട്ലി ഈസ് ഈക്വൽ ടു 3/2 ആയിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് ദ ആൻസർ. സോ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ കോൺഫിഡന്റോടുകൂടി തിയറി നന്നായിട്ട് പഠിച്ച് ഒരു ലൂപ്പ് ഹോളും ഇല്ലാതെ പഠിച്ചു പോയാൽ യു ആർ വിത്ത് ഗുഡ് മാർക്സ്. അത് തന്നെയാണ് നമുക്ക് ഇനി നീറ്റ് പരീക്ഷയ്ക്ക് നമുക്ക് വെയിറ്റ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നോക്കൂ, ഇഫ് തീറ്റ പി is the polarizing angle for a glass plate of refractive index mu and the critical angle theta c, then keep in mind വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ്. നോക്കി, tan theta p അതാണ് നമ്മുടെ ബ്രീസ്റ്റേഴ്സ് ലോ ആയിട്ട് നമ്മൾ കൺസെപ്റ്റ് എടുക്കുന്നത്. ബ്രീസ്റ്റേഴ്സ് ലോ എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണെന്ന് നമുക്കറിയാം. പക്ഷേ ക്രിട്ടിക്കൽ ആംഗിൾ കൺസെപ്റ്റ് വരുമ്പോൾ സൈൻ സി എന്ന് പറയുന്നത് 1/u അല്ലേ. അപ്പൊ നമുക്ക് മ്യൂക്ക് പകരം 1/sin c ആണ് ടാൻ തീറ്റ പി ആയിട്ട് നമുക്ക് എഴുതിക്കൂടെ. അപ്പൊ നമുക്ക് ടാൻ തീറ്റ പി ഇൻറ്റു സൈൻ സി എന്ന് പറയുന്നത് എക്സാക്ട്ലി 1 ആയിട്ട് നമുക്ക് എഴുതിക്കൂടെ. ദാറ്റ് മീൻസ് ബി എസ് ദി ആൻസർ. സോ ദാറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. So we can move with the next one, number 61. Two materials A and B having respective work functions 3. That is the first one has a 3 electron volt A, and for B that is given as is equal to 4 electron volt, are emitting photoelectrons of the maximum kinetic energy of 1 electron.
So kinetic energy for 1 is 1 electron volt, for the 2 is also 1 electron volt. If the wavelength of the incident light on A is 500 nanometer, so lambda 1 is given as is equal to 500, then that of light incident on B is lambda 2, we need to find it. നമ്മുടെ ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ അങ്ങോട്ട് യൂസ് ചെയ്താൽ സിമ്പിൾ ആയിട്ട് നമുക്ക് അറിയാവുന്ന ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത് യെസ് എക്സാക്ട്ലി എച്ച് ന്യൂ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം എച്ച് ന്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു ദ മാക്സിമം കൈനറ്റിക് എനർജി പ്ലസ് ദ വർക്ക് ഫംഗ്ഷൻ. അപ്പൊ ഫസ്റ്റ് കേസിൽ നമുക്ക് അതിൽ ഉപയോഗിക്കുന്ന ഫ്രീക്വൻസി ന്യൂ 1 ആണെങ്കിൽ എല്ലാത്തിലും കൈനറ്റിക് എനർജി 1 ഇലക്ട്രോൺ വോൾട്ട് അല്ലേ, ആദ്യത്തെ കേസിലെ വർക്ക് ഫംഗ്ഷൻ 3 അല്ലേ, അപ്പൊ നമുക്ക് അതൊരു 4 ഇലക്ട്രോൺ വോൾട്ട് ആയിട്ട് പറയാമല്ലോ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കേസിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ദാറ്റ് 1 ഇലക്ട്രോൺ വോൾട്ട് പ്ലസ് അവിടെയും കൈനറ്റിക് എനർജി സെയിം ആണ് എക്സാക്ട്ലി, വർക്ക് ഫംഗ്ഷൻ ഡിഫറെന്റ് ആണ്, 4 ആയിട്ട് മാറുകയാണ്. അപ്പൊ 5 ഇലക്ട്രോൺ വോൾട്ട് ആയിട്ടാണ് നമുക്ക് പറയാം. അപ്പൊ രണ്ടിന്റെ റേഷ്യോ എടുത്താല് എച്ച് ന്യൂ 1 ബൈ എച്ച് ന്യൂ 2 എന്ന് പറയുന്നത് 4/5 ആയിട്ട് നമുക്ക് കിട്ടി. പിന്നെ നമുക്കറിയാം ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലാംഡ അല്ലെ, ന്യൂ ഈസ് ഈക്വൽ ടു സി ബൈ ലാംഡ അല്ലേ. അപ്പൊ നമുക്ക് ഉറപ്പിച്ച് പറയാം ലാംഡ 2 ബൈ ലാംഡ 1 എന്ന് പറയുന്നത് 4/5 ആണ്. അപ്പൊ ലാംഡ 2 എന്ന് പറയുന്നത് എക്സാക്ട്ലി 4/5 ടൈംസ് ഓഫ് ദാറ്റ് ലാംഡ 1, that is equal to 500. So that is equal to yes, we get the answer as 400 nanometer. അപ്പൊ ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മുടെ ഡിസ്കഷനിൽ വന്നിരുന്നു എന്നുള്ള കാര്യം മറക്കരുത്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ 3 കേസസ് ആയിട്ട് വെച്ച് നമ്മൾ ചെയ്തതാണ്, പക്ഷെ അതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. നമ്പർ 62. If the momentum of an alpha particle is half that of proton, then the ratio between the wavelength of their de Broglie wavelength. അപ്പൊ മൊമെന്റം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ പി അല്ലേ. അപ്പൊ രണ്ട് കേസസ് ലാംഡ ആൽഫ ബൈ ലാംഡ പ്രോട്ടോൺ ഇസ് എന്ന് പറയുന്നത് മൊമെന്റം ഓഫ് ദാറ്റ് പ്രോട്ടോൺ ബൈ മൊമെന്റം ഓഫ് ആൽഫ ആയിട്ട് നമുക്ക് എഴുതിക്കൂടെ. എന്നിട്ട് പറയാണ് ദാറ്റ് മൊമെന്റം ഓഫ് ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് half of that proton, so we get the answer as 2:1. So exactly you get the choice as E. ഇവിടെ ഓർക്കുക അവിടുത്തെ കേസസിൽ എന്ന് പറയുന്നത് മൊമെന്റത്തിനാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. സോ നമ്മൾ അത് ലാംഡ ഈക്വൽ ടു എച്ച് ബൈ പി എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തി. 63. During beta decay of radioactive element, there is an increase in its. നമുക്കറിയാം സാധാരണ രൂപത്തിൽ ഒരു ആൽഫ എമിഷൻ വരെയാണെങ്കിൽ അവിടെ മാസ് നമ്പർ എന്ന് പറയുന്നത് ഡിക്രീസസ് ബൈ 4 ആയി, നമ്മുടെ ആറ്റമിക് നമ്പർ എന്ന് പറയുന്നത് ഡിക്രീസസ് ബൈ 2 ആയി. പക്ഷെ അത് ബീറ്റ വരുന്ന സമയത്ത് നമ്മുടെ മാസ് നമ്പർ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണ്, ഇസെഡ് എന്ന് പറയുന്നത് ഇൻക്രീസസ് ബൈ 1. സോ എന്ന് പറയുമ്പോൾ സ്വാഭാവികപരമായിട്ടും അത് പ്രോട്ടോൺ നമ്പർ ആണ്, കാരണം ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ, അത് മറന്നു പോകരുതേ, ഇലക്ട്രോണിന് നമുക്ക് പറയാൻ പറ്റില്ല. സോ ഡി എസ് ദി ആൻസർ. നമ്പർ 64. 10 raised to 18 fissions per second is required for producing a power of 300 megawatt in a nuclear power station. To increase the power output to 360 megawatt, the additional number of fissions required per second is. അപ്പോൾ 10 raised to 18 ഫിഷൻസിൽ നമുക്ക് എത്ര കിട്ടും, 300 മെഗാവാട്ട്. അപ്പോൾ ഒരു ഫിഷനിൽ നമുക്ക് കിട്ടുന്ന എത്രയാണ്, that is nothing but 300 division by yes 10 to the power of 18 ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. So that is the concept there. Yes, sorry, നമ്മൾ പറയുന്നത് 300 മെഗാവാട്ട് പവർ ആണ് നമുക്ക് എത്ര ഫിഷൻ വരുമ്പോൾ 10 to the power of 18. അപ്പോൾ ഒരു വാട്ടിനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മെഗാവാട്ടിന് നമുക്ക് എത്ര വേണം, 10 to the power of 18 ഡിവിഷൻ ബൈ 300 ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ 360 മെഗാവാട്ടിനാണെങ്കിൽ നമുക്ക് എത്ര വരും, 360 into 10 to the power of 18 division by 300 ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ നമ്മളത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് പറയാം 1.2 into 10 to the power of 18. അപ്പൊ അഡീഷണൽ ആയിട്ട് നമ്മൾ എത്ര കൊടുക്കണം, അപ്പം ഓൾറെഡി ഇപ്പൊ ഉണ്ടായിരുന്നത് എത്രയാണ്, 10 to the power of 18. ഇപ്പം വേണ്ടി വരുന്നത് ഇൻ ടോട്ടൽ 360ക്ക് എത്രയാണ്, 1.2. അപ്പൊ അതിന്റെ ഡിഫറൻസ് എടുത്താൽ പോരെ, 1.2 into 10 to the power of 18 that minus that 10 to the power of 18. അപ്പോൾ നമുക്ക് എക്സാക്ട്ലി 0.2 into 10 to the power of 8, that is equal to 2 into 10 to the power of 70. So exact ആയിട്ട് നമുക്ക് പറയാം that E is the answer. So we can move with the question number 65. The ratio of total energy of the electron to its kinetic energy
K in the hydrogen atom. സാധാരണ നമ്മുടെ ഗ്രാവിറ്റേഷനിൽ പറയുന്ന മാതിരി സാറ്റലൈറ്റിന്റെ കൺസെപ്റ്റ് പറയുമ്പോൾ ടോട്ടൽ എനർജി എത്രയാണോ അതിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എപ്പോഴും ഓർമ്മയിരിക്കട്ടെ. ടോട്ടൽ എനർജി എപ്പോഴും -E ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. പക്ഷേ പോസിറ്റീവ് ഓഫ് E എന്നുള്ള ആസ്പെക്ട് ഓർക്കുക. സോ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് നമുക്ക് -E ആയിരിക്കും. അപ്പൊ എപ്പോ E ആയിരിക്കും കൈനറ്റിക് എനർജി ആയിട്ട് മാറുക. അപ്പൊ നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ എനർജി E to the കൈനറ്റിക് എനർജി. അപ്പൊ എപ്പോഴും ദാറ്റ് ആൻസർ ഈസ് -1. സോ എപ്പോഴും ഓർമ്മയിരിക്കട്ടെ, കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. മറന്നു പോകരുത്. നമ്പർ 66. If the mass number of two nuclei are in the ratio 3:2, the ratio of their nuclear densities. എപ്പോഴും മറന്നു പോകാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ന്യൂക്ലിയർ ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് നമ്പറിന് ഇൻഡിപെൻഡന്റ് ആണ്. അതുകൊണ്ട് തന്നെ അവയുടെ റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആയിട്ട് മാറും. നമ്പർ 67. See, in p-type semiconductor, the holes are minority charge carriers. അവിടെ സാധാരണ ഹോൾസ് എന്ന് പറയുന്നത് പി ടൈപ്പില് മെജോറിറ്റി ആണെന്നുള്ള കാര്യം മറന്നു പോകരുതാണ്. നമ്പർ ബി. The vacancy of electron is a hole with negative charge. സാധാരണ പോസിറ്റീവ് ആസ്പെക്റ്റിലാണ് പറയുന്നതെന്ന് ഓർക്കുക. ബൈ മിസ്റ്റേക്ക് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മുടെ ആ പറഞ്ഞ കൺസെപ്റ്റ് ഈസ് കറക്റ്റ് ആണ്. നമ്മൾ സാധാരണ ഒരു ഹോൾ വരുന്ന സമയത്ത് അക്സെപ്റ്റർ അയോണിന് നെഗറ്റീവ് ചാർജ് കിട്ടുന്നു എന്നൊരു കൺസെപ്റ്റ് ശരിയാണ്. പക്ഷെ ഞാൻ അയോൺ എന്നുള്ള ആസ്പെക്റ്റിലാണ് അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് വന്നത്. ദ ഇംപ്യൂരിറ്റി എലിമെന്റ് ആഡഡ് ഈസ് എ ഡോണർ ടൈപ്പ്. അതിന് നമ്മൾ അക്സെപ്റ്റഡ് ടൈപ്പ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഫോർ എവറി പെന്റാവാലന്റ് ഇംപ്യൂരിറ്റി ആറ്റം, നോ, അവിടെ ട്രൈവാലന്റ് ആണ് നമ്മൾ ആഡപ്പ് ചെയ്യുന്നതെന്ന് ഓർമ്മയിരിക്കട്ടെ. ദ ഇലക്ട്രോൺ വിൽ മൂവ് ഫ്രം വൺ ഹോൾ ടു അനദർ കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് ദ ഫ്ലോ ഓഫ് കറണ്ട്. സോ ആക്ച്വലി ഹോൾ എന്ന് പറയുന്നത് അവിടുത്തെ വോയിഡ് തന്നെയായിരിക്കും. അപ്പൊ ഇലക്ട്രോൺ തന്നെയായിരിക്കും അവിടെ കറണ്ടിന് റെസ്പോൺസിബിൾ ആയിട്ട് വരുന്നത്. സോ മോർ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഈ ചോയ്സ് നമുക്ക് പറയാം. നമ്പർ 68. ഇൻ എ കോമൺ ബേസ് മോഡ് ഓഫ് എ ട്രാൻസിസ്റ്റർ, the current through the emitter is 6 milliampere. If the current gain of the transistor is 0.95, then its base current is. അപ്പോൾ കോമൺ ബേസ് മോഡ് വരുമ്പോൾ നമ്മുടെ ആൽഫ എന്ന് പറയുന്ന കറണ്ട് ഗെയിൻ നമുക്കറിയാം ഔട്ട്പുട്ട് കറണ്ട് ഡിവിഷൻ ബൈ ഇൻപുട്ട് കറണ്ട്, ദാറ്റ് ഈസ് ഐ. ആ വാല്യൂ ആണ് നമുക്ക് 0.95 എന്ന് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഐ സി എന്ന് പറയുന്നത് 0.95 ടൈംസ് ഓഫ് ദാറ്റ് 6 milliampere. സോ യു ഗെറ്റ് ദ വാല്യൂ ആസ് 5.7 milliampere. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബേസ് കറണ്ട് കണ്ടുപിടിക്കാനാണ്. നമുക്കറിയാം എമിറ്റർ കറണ്ട് എന്ന് പറയുന്നത് കളക്ടർ കറണ്ട് പ്ലസ് ബേസ് കറണ്ട് ആണ്. അങ്ങനെയാണെങ്കിൽ ബേസ് കറണ്ട് എന്ന് പറയുന്നത് IE മൈനസ് IC ആയിട്ട് നമുക്ക് എടുക്കാം. That is IE, that is 6 milliampere minus that 5.7 milliampere. So that is equal to 0.3 milliampere. So that means B is the answer. So we can move with the next one as 69. The compound semiconductor used for LEDs of different colors, or the gallium arsenide and phosphide, that is used in LEDs for different colors. Look, a transistor amplifier along with a tank circuit with the positive feedback will act as a, so that is the basic need to construct an oscillator. അപ്പോൾ ഓസിലേറ്ററിനകത്ത് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ആ ഇൻഡക്ടർസ്, കപ്പാസിറ്റർ നെറ്റ്വർക്ക്, ദ ടാങ്ക് സർക്യൂട്ട് ആൻഡ് ദാറ്റ് പോസിറ്റീവ് ഫീഡ്ബാക്ക്. ഒരു അംശം ഓഫ് ഔട്ട്പുട്ട് ഈസ് ഫെഡ് ബാക്ക് ടു ദ ഇൻപുട്ട് in order to sustained ആയിട്ടുള്ള ഓസിലേഷൻസ് ഉണ്ടാക്കാൻ വേണ്ടി. So that is E as the answer. Number 71. In a transistor, the audio signal frequency omega m is modulated by the carrier signal omega z, and the band pass filter in it rejects the frequencies. അപ്പൊ നമ്മൾ സാധാരണ രൂപത്തില് ഒരു റിസീവർ ഓപ്ഷൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ആദ്യം നമ്മുടെ മോഡുലേറ്റർ കടന്നാൽ അടുത്തതിലേക്ക് പോകുന്ന ഒരു ഡിവൈസ് ആണ് നമ്മുടെ ബാൻഡ് പാസ് ഫിൽറ്റർ. അപ്പൊ നമ്മുടെ ഈ ഔട്ട്പുട്ട് ആയിട്ട് വരുന്ന കൺസെപ്റ്റില് നമ്മുടെ മോഡുലേറ്ററിനുള്ളില് ഈ പറയുന്ന കൺസെപ്റ്റ് ഒരു
നോൺ ലീനിയർ ഔട്ട്പുട്ട് ആണ് ഇവിടെ വരിക. നോൺ ലീനിയർ ഔട്ട്പുട്ട്. ആ നോൺ ലീനിയർ ഔട്ട്പുട്ടിലുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള ഫ്രീക്വൻസീസ് ω1, 2ω1, 2ωc. സാധാരണ ωc പ്ലസ് ωm, ωc മൈനസ് ωm ഇതെല്ലാം നമുക്ക് നീഡഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ ഒരു DC ടേം കൂടെയുണ്ട്. ആസ് a/2 into mc² പ്ലസ് ms, നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ AC² പ്ലസ് AM². ഇങ്ങനെ ഒരു DC ടേം കൂടെ വരുന്നുണ്ട്. ഇതും കൂടെ കട്ട് ചെയ്യപ്പെടുകയാണ് ബാൻഡ് പാസ് ഫിൽറ്ററിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് നമുക്ക് എക്സാക്ട്ലി CSD ആൻസർ ആയിട്ട് നമുക്ക് പറയാം. The last question, pick out the incorrect statement from the following. നമ്മുടെ NCERT-യിലുള്ള ഒരു ചാർട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ചാർട്ട് കൃത്യമായിട്ട് വായിക്കാത്തവർക്ക് ഈ ആൻസറിൽ കൺഫ്യൂഷൻ ഉണ്ടാകും. പക്ഷെ ചോയ്സ് നമ്മളെ രക്ഷപ്പെടുത്താം. സ്പീച്ച് സിഗ്നൽസ് റിക്വയർഡ്സ് ബാൻഡ് വിഡ്ത്ത്. സാധാരണ രൂപത്തിൽ 300 തുടങ്ങി 3100 ഹെർട്സ് വരെയുള്ളതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ടു സ്പീച്ച് the approximate bandwidth to transmit music is 20 kilohertz. The bandwidth of video signals required to transmit pictures 4/2 megahertz. The bandwidth usually allocated to transmit TV signals as 6 megahertz. Digital signals are usually in the form of not sign. അത് സാധാരണ രൂപത്തിലെ സ്ക്വയർ കർവ് ആണ് ആയിരിക്കുക. സോ അതുകൊണ്ട് we can select the answer as e choice. So dear students, and thanks support from you. നിങ്ങളെ കഴിഞ്ഞ 12-day ക്ലാസ്സസിൽ അതോടൊപ്പം ഇതുവരെയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നതിൽ ഒത്തിരി താങ്ക്സ് പറയുന്നു. കുഞ്ഞുങ്ങളെ അടുത്ത ആഴ്ച മുതൽ നീറ്റിന് സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലെ ക്ലാസ്സസ് നൽകണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സസിലുള്ള ഒരു ലിങ്ക് ഉണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ നീറ്റിൽ ഡിസ്കസ് ചെയ്യുന്ന നമ്മുടെ ക്വസ്റ്റ്യൻസ് അതേപടി നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നു. അപ്പോൾ അത് അതേപടി ഉപയോഗിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ ഒരു പാൻഡമിക്കിൽ ഇങ്ങനെ ഒരു സജ്ജീകരണം കിട്ടാത്ത കുട്ടികളിലേക്ക് ഈ ചാനൽ എത്തപ്പെടുവാനും വേണ്ടി നിങ്ങളുടെ ഷെയറിങ്ങും കരുതലും താല്പര്യപ്പെടുന്നു. കുഞ്ഞുങ്ങളെ വളരെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ടേക്ക് കെയർ. ഗോഡ് ബ്ലസ് യു.